നമസ്കാരം. സംഗീതത്തോട് ചിലർക്കുള്ള അഭിനിവേശം അത് അസാധാരണവും അത്ഭുതകരവുമാണ്. അതിലൂടെ അവർ സംഗീത ലോകത്തിന് നൽകുന്ന സംഭാവനകളും അമൂല്യമായിരിക്കും. അത്തരത്തിൽ അനായാസമായ ആലാപനത്തിലൂടെ, മികച്ച സംഗീത സംവിധാനത്തിലൂടെ, ഇമ്പകരമായ കവർ സോങ്ങുകളിലൂടെ, അതിലുപരി നിരവധി ബാൻഡ് സംഗീതങ്ങളിലൂടെ ചെറുപ്രായത്തിൽ തന്നെ മലയാള സംഗീതത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ സംഗീതത്തിൽ സംഗീതത്തിൻ്റെതായ എല്ലാ അനുഗ്രഹവും ചൊരിഞ്ഞ അനുഗ്രഹീതനായ ഒരു കലാകാരനാണ് തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി നഹൂം എബ്രഹാം. ഇന്നത്തെ ഈ മുഖാമുഖത്തിൽ തൻ്റെ സംഗീത ജീവിതം നമ്മളോട് പങ്കിടുകയാണ്, പറയുകയാണ് അദ്ദേഹം. തുടക്കത്തിൽ തന്നെ ശ്രുതിഭംഗം സംഭവിച്ച സിനിമാ സംഗീത സംവിധാന ജീവിതം, അതിനപ്പുറം പിന്നീടുള്ള നാളുകളിൽ ബാൻഡ് സംഗീതത്തിലൂടെ, അതിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ, അതിൻ്റെ മേച്ചിൽപ്പുറങ്ങളിലൂടെ നിരവധി യാത്രകൾ, നീണ്ട യാത്രകൾ. ഒരു ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിലും പലപ്പോഴും ജീവിതത്തിൽ ദൈവികമായ വഴിയിലൂടെ വ്യതിചലിച്ചതിൻ്റെ സാഹചര്യത്തിൽ ദൈവകരം ഭാരമായി തീർന്ന നിരവധി ദിനരാത്രങ്ങൾ. സംഗീതത്തിൻ്റെ വിവിധ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഏറെ വിമർശിക്കപ്പെട്ട ജീവിതത്തിൻ്റെ നാൾ വഴികൾ. ഇങ്ങനെ ഇന്നത്തെ ഈ മുഖാമുഖത്തിൽ നഹൂം എബ്രഹാമിന് നമ്മോട് പറയാനുള്ളത് ഒട്ടനവധി കാര്യങ്ങളാണ്. അതിലപ്പുറം ദൈവം തനിക്ക് ആരായിരുന്നു, സംഗീതത്തിൽ ദൈവം തനിക്ക് നൽകിയ നന്മകൾ എന്താണ്, ദൈവത്തിന് താൻ എന്ത് പകരം കൊടുത്തു, ഇതൊക്കെ നാം കേൾക്കുവാനായി പോകുകയാണ്. വിമർശന ചിന്തകൾ കൂടാതെ, മുൻവിധികൾ കൂടാതെ, പ്രാർത്ഥനയോടെ നമുക്ക് നഹൂം എബ്രഹാമിനെ, അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തെ ശ്രവിക്കാം. പണ്ട് ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കാതെ ഒരു കാട്ടിൽ നിന്നടുക്ക് അകപ്പെട്ടാലും അവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥന കൊണ്ട് അവിടെ നിന്ന് അതിജീവിക്കും. ക്രിസ്തുവിൽ എനിക്ക് എത്രമാത്രം കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഒരാളായി തീരാൻ പറ്റും, എൻ്റെ സംഗീതം എത്രമാത്രം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റും, എന്തൊക്കെ നല്ലൊരു മനുഷ്യനാവാൻ പറ്റും, എൻ്റെ ദേഷ്യം എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, എത്ര നല്ല ഹൃദയം എനിക്ക് വിശാലമാക്കാൻ പറ്റും, എത്ര പേരെ എനിക്ക് സഹായിക്കാൻ പറ്റും, മതമോ ജാതിയോ നോക്കാതെ ക്രിസ്തുവിന് വേണ്ടി എത്ര പേരോട് എനിക്ക് സംസാരിക്കാനും എൻ്റെ സംഗീതം, എൻ്റെ സുവിശേഷം അറിയിക്കാനും പറ്റും. ഇതാണ് എൻ്റെ ചിന്ത. പണ്ട് തിന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കലി പേരുണ്ടാക്കുക, ഇന്ന ആളുടെ ഇടയിൽ പേര്, ഇന്ന പ്രോഗ്രാം ചെയ്യുക, എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ. ഇന്ന് ഈ ഒരു വൈബ് മാത്രമാണ് ലക്ഷ്യം. കർത്താവിനെ ആരാധിക്കുന്നത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റിലാണ്. കർത്താവ് എൻ്റർടൈൻമെൻറ്റിൽ മാത്രമല്ല വരുന്നത്. കർത്താവ് മ്യൂസിക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് പല പൊസിഷനിലും നിൽക്കുന്നത്. ഇതിപ്പം ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരുപാട് വിമർശനങ്ങൾ വരുമായിരിക്കും. തീർച്ചയായും നമുക്കത് വിഷയമല്ല. സ്നേഹപൂർവ്വം മുഖാമുഖത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിരവധി സംഗീതം, അതായത് സംഗീതത്തിൻ്റെ വിവിധ തലങ്ങൾ, അതിലൂടെയൊക്കെ കഴിഞ്ഞ നിരവധി നാളുകളിൽ നഹൂമിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്നാൽ ക്രൂശിലെ സംഗീതം അത് നഹൂമിന് ഒരിക്കലും മറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പെന്തക്കോസ്തിലെ ഒരു ദൈവദാസൻ്റെ മകനാണ് നഹൂം. ലോകത്തിനു വേണ്ടി ധാരാളം പാടി, ക്രിസ്തുവിന് വേണ്ടി ധാരാളം പാടി, അങ്ങനെ രണ്ട് തരത്തിലും പാടി ഓടിയ ഒരു ജീവിതമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ ആ ക്രൂശിലെ സംഗീതമുണ്ടെന്ന്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സംഗീതത്തോടു കൂടെ തന്നെ തുടങ്ങാം, അതും ക്രൂശിലെ സംഗീതത്തോടെ. ഞാൻ നഹൂമിൻ്റെ ഒരു കവർ സോങ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണത്. അത് ഏറ്റവും പഴയ ഒരു ഗാനമാണ്, ക്രൂശിന്മേൽ കാണുന്നതാരിത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പാട്ട് കേട്ടുകൊണ്ട് തുടർന്നുള്ള സംഗീത ജീവിതം പറയാം. ക്രൂശിന്മേൽ കാണുന്ന
ക്രൂശിന്മേൽ കാണുന്ന ദാരിതാ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. വളരെ വളരെ ഹൃദ്യമാണ്. സാധാരണ രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നഹൂമിൻ്റെ കവർ സോങ്ങുകളൊക്കെ ഞാൻ പലപ്പോഴും എല്ലാ പാട്ടുകളും കേട്ടിട്ടില്ലെങ്കിലും കുറേ പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ സംഗീതത്തിൻ്റെ പല വഴികളിലൂടെ എത്രത്തോളം അത് ആസ്വാദികരമാക്കാം ആ രീതിയിലൊക്കെ നഹൂം പാടി വെച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ക്രൂശിന്മേലെന്നുള്ള ഗാനവും അതിൻ്റെ ആ പാട്ടിൻ്റെ റൂട്ട് പോകുന്ന ആ വഴികളിലെ എല്ലാ മധുരവും ഒപ്പിയെടുത്ത് പാടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹിക്കപ്പെട്ട ഗാനമാണ്. നന്നായി പാടുവാൻ കഴിഞ്ഞതിലും ദൈവത്തെ സ്തുതിക്കുന്നു. നഹൂം എന്നുള്ള പേര് അത് വളരെ അപൂർവമാണ് നമ്മുടെ ഇടയിൽ. ഞാൻ ഒരു 10,000 പേരിൽ ഒരാൾക്ക് പോലും ഇവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഹീബ്രു നാമമാണ്. ബൈബിളിൽ മാത്രമാണ് നമ്മൾ ആ പേര് കണ്ടിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു ബൈബിളിലെ 34-ാമത്തെ പുസ്തകമാണ് നഹൂം. ഹീബ്രു വാക്കാണ് നഹൂം എന്നുള്ളത്. നിനവയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകനാണ് നഹൂം. എനിക്ക് തോന്നുന്നു ആ വാക്കിൻ്റെ അർത്ഥം ആശ്വാസം, സാന്ത്വനം എന്നാണ്, തുടങ്ങിയ അർത്ഥങ്ങളാണ്. കംഫോർട്ട് എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പേരുള്ള പഴയ നിയമത്തിലൊരു പ്രവാചകൻ്റെ പേര് ഇതെങ്ങനെയാണ്? ഒരു പെന്തക്കോസ്തിലെ ദൈവദാസൻ്റെ മകനാ ദൈവദാസൻ ഇഷ്ടപ്പെട്ട് നൽകിയ ഒരു പേരാണോ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു പേര് വരാനായിട്ടുള്ള കാരണം എന്താ? ഈ ഒരു പേര് അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഫീഷ്യലായിട്ട് എൻ്റെ മാതാപിതാക്കൾ നൽകിയ പേര് അബി എന്നാണ്. അഭിനേഷ് എന്നുള്ളൊരു നാമമാണ്. അഭിനേഷ് എന്നാണ്. എന്നാൽ പപ്പ ചർച്ചിൽ ഒരു പേരിട്ടു. ആ പേരാണ് ഈ നഹൂം എന്നുള്ള പേര്. ഞാൻ കുഞ്ഞിലെ നമുക്ക് ചുറ്റുമുള്ളവരും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളും സഭാവിശ്വാസികളും പപ്പയുടെ സുഹൃത്തുക്കളും സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ചവരെല്ലാം ഈ ഒരു പേര് അറിയാം എല്ലാവർക്കും. പക്ഷെ നമുക്ക് ഈ ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് അന്നത്തെ ഒരു 90s കാലഘട്ടത്തിലൊക്കെ ഈ പേര് വിളിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പേര് ഒരു ചമ്മലായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ക്രിസ്തീയ നാമങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അലക്സ് എന്ന് പറയുന്ന പേരുകളും പീറ്റർ എന്നും പ്രിൻസ് എന്നും ഒക്കെ വ്യത്യസ്തമായ അപ്പോൾ കൂടെയുള്ള ആളുകൾ അഖിലും രാജേഷും സുനിലും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഈ നഹൂം വിളിക്കുമ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ പപ്പ പറഞ്ഞു അബി എന്നുള്ള പേര്, അഭിനേഷ് എന്നുള്ളതിനെ എന്നെ എല്ലാവരും അബി എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു പേരിൻ്റെ ഒരു നഹൂം എന്നുള്ളൊരു പേര് എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് നിർത്തുന്നത് എൻ്റെ പിതാവ് 2013 മരണപ്പെടുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു പേര് മ്യൂസിക്കലി അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷണൽ ഒരു യാത്രയിൽ ഈ ഒരു പേര് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഈ ഒരു പേര് മുന്നോട്ട് വയ്ക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഈ നഹൂം എന്നുള്ള പേര് ഞാൻ ഒഫീഷ്യലി അവസാനം അതിലും ഉറപ്പിക്കുകയായിരുന്നു. ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം എൻ്റെ അപ്പൻ കർത്താവിൻ്റെ വചനം എടുത്തുകൊണ്ട് എനിക്ക് എൻ്റെ മകൻ ഈ പേരിട്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഞാൻ ഈ ഭൂമിയിൽ ചെയ്തേ മതിയാകൂ ആ പേരോടുകൂടി. അതിന് ആ സമയം കർത്താവ് എന്നെ വേർതിരിച്ച് എടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നഹൂമിൻ്റെ പ്രവചനം അല്ലെങ്കിൽ പഴയ നിയമഭാഗങ്ങളൊക്കെ വായിച്ചാൽ നിനവയുടെ ഉദ്ധാരകനായിരുന്നു. അതെ, നിനവയെക്കുറിച്ച് ഒരു സൂചന നൽകുന്ന അല്ലെങ്കിൽ നിനവയുടെ പാപത്തെക്കുറിച്ച് സൂചന നൽകുന്ന പ്രവാചകൻ. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ദൈവം കണ്ടിരിക്കുന്ന പ്രവാചകനായിരിക്കാൻ നഹൂം എന്ന് നമുക്ക് അനുമാനിക്കാം. എനിക്ക് ആ പേരിൽ ഒരു ഇത് തോന്നിയിട്ടുള്ള വെച്ചാൽ ഞാൻ ഈ ആശ്വാസപൂർണ്ണൻ, ആശ്വാസം, സാന്ത്വനം എന്ന് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അതിലെനിക്കൊരു കണക്ഷൻ തോന്നിയത് ഞാൻ ഈ വാക്കിൻ്റെ അർത്ഥം 2013-14 കൂടിയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതും ബൈബിള് പഠിക്കുന്നതും. അപ്പോൾ അത് എൻ്റെ ജീവിതമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. എൻ്റെ പപ്പയുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ചിന്തയിൽ ഇങ്ങനൊരു പേര് എൻ്റെ മകന് നഹൂം എന്നുള്ളൊരു പേര് ഇടാം, എല്ലാവരുടെയും ഒരു പൊതുവായിട്ട് അവനെ വിളിക്കാനായിട്ടൊരു പേരിടാമെന്ന് കൊടുത്തെങ്കിലും അതെൻ്റെ ജീവിതമായിട്ട് ഒരുപാട് കണക്ഷനുണ്ട്. കാരണം ഞാൻ ഒരുപാട് ഇമോഷണലി ഈ കർത്താവുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ പപ്പയും അമ്മയുടെയും ജീവിതത്തിലൂടെ ആണെങ്കിലും ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിലാണെങ്കിലും. അപ്പോൾ എനിക്ക്
ഈ ആശ്വാസം, സാന്ത്വനം ഇതെൻ്റെ ജീവിതമായിട്ട് ഒരുപാട് കണക്റ്റായി കിടക്കുന്നു. അപ്പം ദൈവം കർത്താവ് തന്നെയാണ്, ഇത് ഒന്നും പപ്പയുടെ തീരുമാനമല്ല. അതിനു മുമ്പേ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവിനൊരു പദ്ധതിയുണ്ട്, അതാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. നഹൂം, അതുപോലെ പ്രധാനമായിട്ട് ഞാൻ നഹൂമിനോട് ചോദിക്കണം എന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇനി വരുന്നത്. അതിനെനിക്ക് ഉത്തരം തന്നേ മതിയാകൂ. അതായത് ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ നഹൂം ജനിച്ചു വളർത്തപ്പെട്ടു, പ്രത്യേകിച്ച് ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ചു വളർത്തപ്പെട്ടു. പക്ഷേ നഹൂമിനെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് പുറം ലോകത്താണ്, സെക്യുലർ സംഗീതത്തിലാണ്. ക്രിസ്തീയ സംഗീതത്തിൽ അങ്ങനെ സജീവമായി ഞാൻ കണ്ടിട്ടില്ല. അതിന് കാരണം നഹൂം തന്നെയാണോ അതോ ഈ സമൂഹം നഹൂമിനെ മാറ്റി നിർത്തിയതാണോ? എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ, ഞാൻ അമ്മയുടെ കുടുംബം എന്ന് പറയുമ്പോൾ വളരെ ഒരു സംഗീതാത്മകമായ ഒരു കുടുംബമാണ്. എല്ലാവരും പാടുന്നൊരു കുടുംബമാണ്. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കൊണ്ടുവന്നൊരു കുടുംബമാണ്. അതിൻ്റെ പപ്പ മുഖാന്തരം. അപ്പോൾ പപ്പയും വളരെയധികം സംഗീതം ശാസ്ത്രീയമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. പണ്ട് കാലം തൊട്ട് തന്നെ അബേലച്ചൻ്റെയും നമ്മുടെ ജെർസനാൻഡി സാറിൻ്റെയും ടോം ദച്ചങ്കിരി സാറിൻ്റെയൊക്കെ പഴയ പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കുകയും അതിനെ അഡിക്റ്റായിട്ട് നടന്നൊരു മനുഷ്യനാണ്. യേശുദാസ് എന്ന് പറയുന്ന ആ ഒരു അനുഗ്രഹീത കലാകാരനെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നതും ഈ കുറച്ച് മ്യൂസിക്കൽ വാല്യൂ ഉള്ള ട്രാക്കുകളാണ് പപ്പ കേൾപ്പിച്ചിരുന്നതും. അങ്ങനെ പാടാൻ തുടങ്ങിയ സമയത്തൊക്കെ പപ്പയ്ക്ക് ഞാൻ പാടാൻ പോകുന്ന സാഹചര്യങ്ങൾ യൂത്ത് ഫെസ്റ്റിവലാണേലും എനിക്ക് വരുന്ന എൻക്വയറീസ് അത്രയും ഈ ലോകപ്രകാരം ആയിട്ടുള്ള ഇതിലായിരുന്നു. കാരണം തിരുവനന്തപുരത്ത് ഞാനും അല്ലെങ്കിൽ അമ്മയുടെയും പപ്പയുടെ ഫാമിലിയായിട്ട് കണക്റ്റായി മ്യൂസിക്കലി കണക്റ്റായി വരുന്ന ബന്ധങ്ങളെല്ലാം ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ എങ്കിലും പപ്പ പല കാര്യങ്ങളും പപ്പ കണ്ണടച്ചിട്ടുണ്ട്. പപ്പയ്ക്കറിയാം ഇത് ദൈവ നിയോഗമല്ലെങ്കിൽ പോലും മ്യൂസിക്കലി പപ്പ അവനൊരു സംഗീതത്തെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നത് പപ്പ സഭയിൽ പോലും വിശ്വാസികളൊക്കെ ഒരുപാട് പപ്പയുടെ മുഖത്ത് ചോദിച്ചിട്ടുണ്ട്, മകൻ ഇങ്ങനെ പല ഗാനമേള ട്രൂപ്പുകളിലൊക്കെ പാടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പപ്പയ്ക്ക് ഉത്തരവില്ല. സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഗാനമേള ആകുമ്പോൾ പല ദൈവന്മാരെ സ്തുതിച്ചുകൊണ്ട് പാടണം, ആ ഒരു ട്രാക്കിൽ പോയപ്പോൾ. പക്ഷേ ഞാൻ ഈ ഒരു മ്യൂസിക്കൽ ട്രാക്കിൽ പോകുന്നതിന് പപ്പയ്ക്ക് ഇഷ്ടമുണ്ടായി. പക്ഷേ പപ്പയ്ക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകൻ അവൻ കർത്താവിന് വേണ്ടി പാടും. അതിനെന്നെ ഒരുപാട് പറയുന്നുണ്ട് പപ്പ. ഞാൻ ഈ കുഞ്ഞുനാളെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. കാരണം പപ്പ മക്കളെ കർത്താവിന് വേണ്ടി പാടണം. അപ്പം ഞാൻ ഈ ഒരു സെക്കുലർ ഫീൽഡ് അങ്ങനെയാണ് ഈ കൂടുതലും സെക്കുലറിലോട്ട് കണക്റ്റ് ആകുന്നത് വെച്ചാൽ. പിന്നെ അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാനൊരു ഡിഗ്രിയൊക്കെ +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ആവുന്ന സമയത്ത് പപ്പ പറഞ്ഞു, ഇതുപോലെ നീ എന്താണ് നിൻ്റെ പ്ലാനെന്ന് ചോദിച്ചു. ഞാൻ മറ്റൊരു കോഴ്സ് തിരഞ്ഞെടുത്തെങ്കിലും മ്യൂസിക് ഞാൻ ഒരുപാട് ആ സമയത്ത് നല്ലൊരു +2 കഴിഞ്ഞ സമയത്ത് തന്നെ യൂത്ത് ഫെസ്റ്റിവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ കോമ്പറ്റീഷനിലും ഒരുപാട് ഷോസൊക്കെ ലൈവ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് ഞാനിങ്ങനെ സംഗീത കോളേജിൻ്റെ ഒരു കാര്യം പപ്പയോട് സൂചിപ്പിച്ചു, തിരുവനന്തപുരം. അപ്പം പപ്പ പറഞ്ഞു ഓക്കെ, നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ പൊക്കോ എന്നുള്ള രീതിയിൽ പപ്പ പറഞ്ഞു. പക്ഷേ പപ്പ ഇതൊക്കെ പറയുന്നെങ്കിലും പപ്പയുടെ ഉള്ളിലുണ്ട് ഇവൻ കർത്താവിന് വേണ്ടി ഇവൻ്റെ ശബ്ദവും ഇവനിൽ കൊടുത്തിരിക്കുന്ന ജ്ഞാനം ഇവൻ കർത്താവിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇത് തന്നെയാണ്. പക്ഷേ ഞാൻ ഈ ശാസ്ത്രീയമായി പഠിക്കാൻ വേണ്ടി ഒരുപാട് നല്ല രീതിയിൽ ക്ലാസിക്കൽ മ്യൂസിക്കിൽ എത്തണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് പപ്പ എന്നെ. പക്ഷെ അത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുകയും വേണം. പക്ഷേ കാലഘട്ടവും ജനറേഷനും മാറി. ഞാൻ അതിലോട്ട് പോയപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾ, അത്തരത്തിലുള്ള വഴികളിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ക്രിസ്തീയപരമായിട്ടുണ്ടാകുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് തെന്നി മാറി. സംഗീത കോളേജിൽ വന്ന സമയത്ത് തന്നെ വേറെ ഒരുപാട് ഓപ്ഷൻസും പല ചെന്ന് കൈകുത്തുന്നിടത്ത് എല്ലാം വലിയൊരു ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ മ്യൂസിക്കിൽ എനിക്ക് സാധിച്ചു. അങ്ങനെ കണക്റ്റായാണ് പിന്നെ ഞാൻ സെക്കുലർ ഫീൽഡിലോട്ട് മൊത്തം അങ്ങ് അതിലേക്ക് ആയിത്തീരുകയാണ്. അങ്ങനെ അല്ലാതെ ഒരു പാസ്റ്ററുടെ മകനായിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. പപ്പയുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ ദേവദാസന്മാരൊക്കെ ഇതുപോലെ, മോനെ നീ ഒരു ക്രിസ്ത്യ ഗാനം. അത് ഞാൻ ഈ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും +2 പഠിക്കുമ്പോഴും. പക്ഷേ ഞാൻ ആ ഒരു ലോകത്തേക്ക് അപ്പോഴേക്കും മൊത്തത്തിൽ എൻ്റെ പപ്പ ചിന്തിച്ചു, പപ്പയുടെ മനസ്സിലുണ്ട് എൻ്റെ മകൻ ഇന്നല്ലെങ്കിൽ നാളെ അവൻ കർത്താവിന് വേണ്ടി അവൻ പഠിച്ചതൊക്കെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കും എന്നുള്ള ഇത് തന്നെയാണ് പപ്പ പോകുന്നത്. പക്ഷേ ആ ഒരു ജനറേഷൻ്റെ വ്യത്യാസം, കാരണം ഞാൻ എത്തിപ്പെട്ടൊരു സർക്കിള്, അതിൽ നിന്ന് എനിക്ക് തിരിച്ചു കയറാൻ ഒരിക്കലും താല്പര്യമില്ലാത്തൊരു ഉള്ളിൽ കർത്താവ് യേശോപ്പൻ ആരാധന മുടങ്ങുന്നില്ല, പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഞാൻ ആ മ്യൂസിക്കിൻ്റെ ഒന്നുമല്ല പപ്പ, ഇതൊക്കെ യേശോപ്പനെല്ലാം സംഗീതം ഒന്നാണ്, അതിലങ്ങനെ ജാതി മതമൊന്നും ഇല്ലെന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ വേറൊരു തലത്തിലോട്ട് അങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. ഓക്കെ. നഹൂം അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് ഞാൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ. പക്ഷേ ചെറുപ്രായത്തിൽ മറ്റൊരു സംഗീത സംവിധായകനോ ഗായകനോ ഒന്നും ലഭിക്കാത്ത
അപൂർവം ചില നിമിഷങ്ങൾ, ചില നല്ല അനുഭവങ്ങൾ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ചില അപൂർവ അനുഭവങ്ങളൊക്കെ നഹൂമിന് ഉണ്ടായിട്ടുണ്ട്. അതാണ് പലപ്പോഴും നഹൂമിനെ വ്യത്യസ്തനാക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം നമ്മുടെ ഗാനഗന്ധർവൻ ശ്രീ യേശുദാസിനെ കൊണ്ട് താൻ ചമച്ചതായ അല്ലെങ്കിൽ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം പാടിച്ചു എന്നുള്ളതാണ്. അത് എപ്പോഴാണെന്ന് ഓർക്കണം, 17-ാമത്തെ വയസ്സിൽ. അതാണ് ഞാൻ പറഞ്ഞത്, അപൂർവമായ ചില സംഗീതത്തിലെ ചില അനുഗ്രഹങ്ങൾ ലഭിച്ച നല്ല അനുഗ്രഹിക്കപ്പെട്ട കലാകാരനാണ് നഹൂം. നമുക്ക് ആ വിഷയത്തിലേക്കൊന്ന് വരാം, ആ ഒരു സംഭവത്തിൽ. കാരണം ആരും കൊതിക്കുന്നതാണ് ഗാനഗന്ധർവനൊപ്പം ആ ഒരു പാട്ട് പാടിക്കുക, അദ്ദേഹത്തെ ഒന്ന് കാണാൻ തന്നെ എത്രയോ ആൾക്കാരാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതെ, അത് ഗായകരെല്ലാം തന്നെ കൊതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത്തരം സാഹചര്യത്തിൽ സാദി തിരുനാൾ സംഗീത കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, ആ സമയത്ത് 17-ാമത്തെ വയസ്സിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി പിന്നെ ആദ്യം എനിക്ക് തോന്നുന്നു മറ്റേതോ ഗായകരെയൊക്കെയാണ് ഉദ്ദേശിച്ചെങ്കിലും അവസാനം അത് ദാസേട്ടനിൽ ചെന്ന് എത്തുകയായിരുന്നു. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ KS ചിത്ര, ജയചന്ദ്രൻ സാറ്, ഇങ്ങനെയൊക്കെ ഉള്ളവരെ ആ സമയത്ത് പാടിക്കാനായിട്ട് കഴിഞ്ഞു. ആ അനുഭവം കൂടെ ഒന്ന് പറയാമോ? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതും എന്നാൽ ഏറ്റവും കൂടുതൽ ദുഃഖം ഉള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് അച്ഛനിപ്പോൾ ചോദിച്ചത്. ഈ പറഞ്ഞതുപോലെ യേശുദാസ് എന്ന് പറയുന്ന ഈ അനുഗ്രഹീത ഗായകനെ നമ്മുടെ നാടിന് ദൈവം നൽകിയൊരു വരദാനമാണ് അദ്ദേഹം. അത് ഏത് മേഖലയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഖണ്ഡം, അദ്ദേഹം പാടി വെച്ച പാട്ടുകൾ. അപ്പം ഈ ദാസേട്ടനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദാസാറിനെ സംബന്ധിച്ച് എൻ്റെയൊക്കെ ഒരു പ്രായത്തിലൊരു സ്വപ്നം, അദ്ദേഹത്തെ ദൂരെ നിന്നെങ്കിലും ഒരു നോക്ക് കാണാൻ പറ്റിയെങ്കിൽ, അടുത്ത് പോകണ്ട, അതൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം പാടിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഒരു വേദി ഷെയർ ചെയ്യുന്നതെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ സ്വപ്നമാണ് അദ്ദേഹത്തെ ദൂരെ നിന്ന് കാണുക. അന്നൊക്കെ കെസ്റ്ററാച്ചാനെയും മാർക്കോ സാറിനെയും അതുപോലെ തന്നെ മധുബാലകൃഷ്ണൻ, മധുശേഖരനെയൊക്കെ, ബിജു ചേട്ടനെ, ഇവരെയൊക്കെ തന്നെ കാണുന്നതാണ് ഏറ്റവും വലിയ ഡ്രീം, അവരുടെയൊക്കെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ദാസാറൊക്കെ അതിനപ്പുറമാണ്. സംഗീത കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോളേജിലൊരു പുറത്തുനിന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഞാൻ അച്ഛൻ മുന്നേ പറഞ്ഞതുപോലെ വെച്ചാൽ ഞാൻ പാട്ടിനേക്കാൾ ഉപരി മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളൊരു ട്രാക്കാണ് തിരഞ്ഞെടുത്തത്. കാരണം കമ്പോസ് ചെയ്യുക എന്നുള്ളൊരു ആ ഒരു ടേസ്റ്റാണ് കുഞ്ഞുനാൾ മുതലേ ഉള്ളത്. തുടക്കത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. പാട്ട് പാടുന്ന സിംഗർ ആണെങ്കിൽ കൂടി എൻ്റെ ലക്ഷ്യവും എത്തിച്ചേരലും എല്ലാം ഞാൻ മ്യൂസിക് ഡയറക്ഷൻ തന്നെയാണ്. സംഗീത കോളേജിൽ ചെന്നു. ആ സമയത്തൊക്കെ ചെറിയ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1-2 പേര് ഇതുപോലെ ഇങ്ങനെ ഒരു പയ്യനുണ്ട്, അവനൊന്ന് പുറത്തുനിന്നുള്ള എൻക്വയറിയാണ്, ഇത് കോളേജിലുള്ള ഏതെങ്കിലും പുതിയ പിള്ളേരെ നമുക്ക് മ്യൂസിക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഒരു പാട്ട് ഒരു സിനിമയിൽ, വേറെ ബാക്കിയൊക്കെ വേറെ ആളുകളൊക്കെ ചെയ്യുന്നത് സീനിയർ ആയിട്ടുള്ള. എന്നെ കൊണ്ടുവന്നു, ഞാൻ അതിന് പോയി അറ്റൻഡ് ചെയ്തു, അവരുടെ ഓഡിഷന് പങ്കെടുത്തു, അവർ ലിറിക്സ് തന്നു, കമ്പോസ് ചെയ്ത് പാടാൻ പറഞ്ഞു, ഞാനത് പാടി. കൃപയാൽ കർത്താവ് അതിനൊരു അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടായി. അവിടുത്തെ പ്രൊഡ്യൂസറും ഡയറക്ടറും അവർ ഓക്കെ പറഞ്ഞു. ആ ഒരു പാട്ട് ചെയ്ത മെലഡി അത് മധുബാലകൃഷ്ണൻ പാടണം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. അപ്പോൾ തന്നെ ഈ ഭൂമി നിൽക്കാൻ വയ്യ, കർത്താവ് ഞാനിത് എവിടെയാണ് യേശോബ വന്ന് നിൽക്കുന്നുള്ളൊരവസ്ഥ. ഞാനൊരു ചെറിയ പാട്ടൊക്കെ പാടി നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കൊണ്ട് പാടിച്ച ആൽബം ഒക്കെ പാടിക്കുന്ന ഒരു ലെവലിൽ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭാവിയിലൊക്കെ ഒരു സിനിമയൊക്കെ ഡ്രീമാണ്. അപ്പോൾ ഈ പ്രായത്തിൽ എനിക്കിത് കിട്ടി. ദൈവമേ, മധുചേട്ടൻ എൻ്റെ പാട്ട് പാടാൻ പോകുന്നു. ആ സ്ഥാനത്ത് നിന്ന് ഈ മധു ബാലകൃഷ്ണൻ്റെ പാട്ട് മറ്റൊരു പ്രൊഡ്യൂസർ, 2 പ്രൊഡ്യൂസർമാരുള്ളതിൽ മറ്റൊരാൾ കേട്ടിട്ട് ഇത് നമുക്ക് ദാസേട്ടൻ പാടിയാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കില്ല എന്നുള്ളൊരു കമൻറ്റ് വരികയും, ഞാനിത് കേട്ടിട്ട് ഞാൻ അച്ഛനെ ഊഹിക്കാമല്ലോ എന്തായിരിക്കും എന്നുള്ളൊരു മാനസികാവസ്ഥ. എന്നെക്കാളുപരി എൻ്റെ പപ്പ യേശുദാസ് എന്താണെന്ന് ജീവിതത്തിൽ ഒരുപാട് പഠിച്ച വ്യക്തിയാണ് എൻ്റെ പപ്പ. എന്നെക്കാളും അദ്ദേഹത്തെ പറ്റി, അദ്ദേഹം ആരാണെന്നുള്ള അറിവുള്ള ആൾ. അദ്ദേഹം ഒരു ദൈവദാസനാണെങ്കിൽ കൂടി അയാൾ മൈൻഡ് ഔട്ടായി. ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് കർത്താവ് എന്നെ ഇതുവരെ എത്തിച്ചു, എൻ്റെ മക്കളെ ഇതുവരെ എത്തിച്ചു, എൻ്റെ മകൻ ഇങ്ങനെ ഒരു ചാൻസ് കൊടുത്തു. അവൻ യേശുദാസിനെ കൊണ്ട് പാടിക്കാൻ പോവുക. യേശുദാസിൻ്റെ കൂടെ പാടാനല്ല, അവൻ കമ്പോസ് ചെയ്യുന്നൊരു പാട്ട് യേശുദാസ് പാടാൻ പോകണമെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഭൂമിയിൽ നിൽക്കാത്ത എൻ്റെ പപ്പ കണ്ട ഏറ്റവും അദ്ദേഹം ഹൃദയം പൊട്ടി കണ്ണ് നിറഞ്ഞ് സന്തോഷിച്ചൊരവസ്ഥ. ആ സിനിമയ്ക്ക് ചെയ്തു.
അതിനുശേഷം അവർ മ്യൂസിക്കലിലുള്ള ഒരു ഇത് കണ്ടിട്ടാവണം വീണ്ടും ബാക്കി 4 പാട്ട് ചെയ്യാൻ തന്നു. അതിൽ പറഞ്ഞ പോലെ ചിത്രചേച്ചിയുടെ പാട്ടുണ്ടായിരുന്നു, ജയചന്ദ്രൻ സാറിൻ്റെ പാട്ട്, ജോഡ്സിന്, ഒരുപാട് അന്നത്തെ ഗായകർ. അപ്പോൾ അന്നൊക്കെ ന്യൂസിലൊക്കെ ഒരുപാട് പേര് ഇതുപോലെ ഇങ്ങനെ ഒരു കൊച്ചു പയ്യൻ, പ്രായം കുറഞ്ഞൊരു പയ്യൻ മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നു എന്നൊക്കെ ഒരുപാട് പേപ്പറിലും മാഗസീനിലൊക്കെ 2008-2009 സമയത്താണ് വന്നു. അപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പദ്ധതി വേറെയാണല്ലോ അച്ഛാ. അത് ആ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഇവരെയൊക്കെ കൊണ്ട് പാടിച്ചു എന്നുള്ളതാണ്. പാടിച്ചു, അവരുടെയൊക്കെ ഒരു ആശീർവാദം കിട്ടി. എന്നാൽ ആ സിനിമയുടെ ഓഡിയോ ലോഞ്ച് തിരുവനന്തപുരത്ത് സൗത്ത് പാർക്കിൽ വെച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഓഡിയോ ലോഞ്ച്, അന്നത്തെ CD ഒക്കെ ഉള്ള ടൈമാണ്, അന്ന് ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ പാട്ട് റിലീസാണ്. അപ്പോൾ അന്ന് ഈ ഓഡിയോ ലോഞ്ചിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സാമ്പത്തികമൊക്കെ ചെയ്യുന്ന രീതിയാണ്. അതിന് 2 ദിവസം മുമ്പ് പ്രൊഡ്യൂസർമാർ തമ്മിലുള്ള ഇഷ്യൂവിൽ സിനിമ നിർത്തിവെച്ചു. അത്യാവശ്യം നല്ല സിനി ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന, അവരൊക്കെ വളരെ സീനിയറായിട്ടുള്ള ഹിറ്റ് ലെവലിലൊക്കെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയായിരുന്നു. പല 2 പ്രൊഡ്യൂസർമാരായിരുന്നു. അവർ തമ്മിലൊരു ക്ലാഷ് വന്നു, ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നപ്പോൾ തമ്മിലായി. ഒരുപാട് അങ്ങനെ സിനിമകൾക്ക് സംഭവിച്ചിട്ടുണ്ട് 2 പ്രൊഡ്യൂസർമാർ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇതവിടെ അങ്ങ് സ്റ്റോപ്പായി. ഇത് സ്റ്റോപ്പായെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതവും കരിയറും അവിടെ സ്റ്റോപ്പായി എന്നുള്ളതാണ്. അപ്പോൾ അന്ന് തന്നെ ഒരുപാട് പേര് എന്നെ വന്ന്, മോനിങ്ങനെ ഈ പ്രായത്തിൽ നിനക്ക് പാടിക്കാൻ പറ്റി, ചെന്നൈയിൽ നിന്ന് ഒരുപാട് സൗണ്ട് എഞ്ചിനീയേഴ്സ്, ഒരുപാട് മ്യൂസീഷ്യന്മാർ, സിനിമയുടെ ആളുകളൊക്കെ, നിനക്ക് നിൻ്റെ ഭാഗ്യമാണ് മോനെ, നിന്നെ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതവിടെ സ്റ്റോപ്പായി. പിന്നെ അവിടെയാണ് എൻ്റെ ആ ഒരു മ്യൂസിക് സിനിമാ സംഗീതത്തിൻ്റെ ഒരു യാത്ര ജീവിതത്തിൽ അവസാനിക്കുന്നു. തുടങ്ങുന്നത് അവിടെ തന്നെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ അതങ്ങ് അവസാനിക്കുകയാണ്. പെട്ടെന്ന് ഉയർന്നു എന്നുള്ള ഒരു തോന്നൽ, സംഗീത ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച ലഭിച്ചു, എന്നാൽ അതുപോലെ നിലം പതിച്ചു എന്നുള്ള ഒരവസ്ഥ. അവിടെയാണ് ആ 17-ാം വയസ്സിൽ നഹൂം എത്തപ്പെട്ടത്. അത് ജീവിതത്തെ ഒരുപാട് നിരാശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു, നഹൂം ഒരു സംഗീത അധ്യാപകൻ എന്നുള്ള നിലയിലേക്കാണ് കുറേ നാളത്തെ നിരാശയ്ക്കും വിഷമത്തിനുമൊക്കെ ശേഷം സംഗീതം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാറിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ നിന്നുള്ള പിന്നീടുള്ള സംഗീതയാത്ര എങ്ങനെയായിരുന്നു? അവിടെ നിന്നെന്ന് പറയുമ്പോൾ വെച്ചാൽ ഞാൻ പിള്ളേരെ സംഗീതം സംഗീത കോളേജിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നെ ശാസ്ത്രീയമായിട്ട് പഠിപ്പിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല രീതിയിലൊരു ബേസ് എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പിന്നെ ഞാൻ 1-2 സ്കൂളുകളിലൊക്കെ എൻക്വയറി വന്നു. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാനായിട്ട് പോയി. അതിനുശേഷം ജഡ്ജ്മെൻറ്റ്, ഒരുപാട് കാര്യങ്ങൾ, മെയിനായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ നാട്ടിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു മ്യൂസിക് ഒരു അധ്യാപനം അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇട്ട് ആ ഒരു ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ഒരുപാട് പേര് ഇതുപോലെ, മോനെ ഇങ്ങനെ ഇരിക്കരുത്, കാരണം നീ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകൾ അല്ലെങ്കിൽ നല്ല ഒരുപാട് കാര്യങ്ങൾ മുന്നിലുണ്ട്, അപ്പോൾ നീ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, പ്രോഗ്രാമിനൊക്കെ വീണ്ടും പോയി തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം, കാരണം ഒരുപാട് പേരെ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ പിള്ളേരെ ഈ പല സ്കൂളുകളിലായിട്ട്, ഒരു സ്കൂളല്ല പല സ്കൂളുകളായിട്ട് തിരുവനന്തപുരത്ത് പഠിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റിവലിനും അല്ലാതെയൊക്കെ പിള്ളേരെ ട്രെയിൻ ചെയ്യിക്കുന്നതും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടു. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചിന്ത വന്നു, എന്തായിരുന്നാലും ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് മറ്റൊരു പാട്ടിനെ പിറകെ അത് അനുകരിച്ച് പോവുക എന്നുള്ളതല്ല. ഞാൻ എന്തായിരുന്നാലും എൻ്റെ പ്രൊഫഷൻ മ്യൂസിക് ഡയറക്ഷനാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് എനിക്ക് സ്വന്തം പാട്ട് ഉണ്ടാക്കി എനിക്ക് അതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു മ്യൂസിക് ബാൻഡ് ക്രിയേറ്റ് ചെയ്തുകൂടാ? ആ ഒരു ചിന്തയിൽ നിന്നാണ് കടൽ എന്ന് പറയുന്ന ഒരു ബാൻഡ് വരുന്നത്. അത് 2010-11 കൂടി ബാൻഡിൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളെ ചേർത്ത് ഒരു ബാൻഡിൻ്റെ രൂപം കൊടുത്തു. അതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, അതായത് കടൽ. അതെ, ഓരോരുത്തർക്ക് വ്യത്യസ്തമായ, എനിക്കൊന്ന് മ്യൂസിക് ബാൻഡുകൾക്കെല്ലാം ചില വെറൈറ്റി പേരുകളാണ്, പക്ഷെ ഇതും വളരെ വ്യത്യസ്തമാണ്. കടൽ എന്താ അങ്ങനെ ഒരു പേര് സ്വീകരിക്കാൻ കാര്യം? അത് ഈ കടൽ എന്നുള്ളൊരു പേര് സ്വീകരിക്കാൻ കാരണം, ഈ കടൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സംഗീതപരമായിട്ട് പറയുമ്പോൾ അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം എന്നൊക്കെ സാഹിത്യപരമായിട്ട് പറയും. പക്ഷേ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ കടൽ എന്ന് പറയുന്ന ഈ സമുദ്രത്തിലുണ്ട്. അപ്പോൾ ഞാനത് മ്യൂസിക്കുമായിട്ട് കണക്ട് ചെയ്തത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു നദികളും കായലുകളും ഒക്കെ പല സ്രോതസ്സുകൾ എത്തിച്ചേരുന്ന സ്ഥലമാണല്ലോ കടൽ. അതുപോലെ
ഒരു ജോണർ മാത്രമല്ല, ഒട്ടനേകം മ്യൂസിക്കൽ ജോണറുകൾ ഒരുമിച്ച് കൂടുന്ന ഞങ്ങളുടെ ഒരു ബാൻഡ്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് പിന്നെ കടൽ, കാരണം ഒരു സമുദ്രം പോലെ വിശാലമാണ് ഞങ്ങളുടെ ബാൻഡ്. എല്ലാ ജോണേഴ്സും ഇൻ്റർനാഷണൽ ലെവലിലാണെങ്കിലും നമ്മുടെ കേരളീയ ആ ഒരു കൾച്ചർ അനുസരിച്ചുള്ള മ്യൂസിക് ആണെങ്കിലും, ഫോക്കും ഒരു വെസ്റ്റേൺ മെറ്റലാണെങ്കിലും, ഒരു ഫ്യൂഷൻ ജോണർ ആണെങ്കിലും, എല്ലാ ഒരു പോയട്രിക് ആണെങ്കിലും എല്ലാ ജോണറും ചെയ്യുന്നൊരു ബാൻഡ്. ഈ ഗ്രാമീണ തലത്തിലൊക്കെ, അതായത് തെയ്യം പാട്ട്, അങ്ങനെയൊക്കെയുള്ള, പിന്നെ അതുപോലെ പുള്ളുവ പാട്ട്. ഞാൻ ഈ അഷ്ടപതി, സോപാൻ, ഇതൊക്കെ ഈ മ്യൂസിക് പഠിക്കുന്ന കൂട്ടത്തിലാണ്. അല്ലാതെ നമ്മുടെ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് പാസ്റ്ററുടെ മകൻ, ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. കാരണം നഹൂം ഇങ്ങനെ എൻ്റെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോഴും ലോകപ്രകാരമുള്ള ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ ഞാനിതൊക്കെ പഠിച്ച്, ഞാൻ സംഗീതത്തെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ പിറകെ പോയ ആളാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിനെ എൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഞാൻ സംഗീതത്തിൻ്റെ പല മേഖലകളിൽ പോയി അന്വേഷിച്ച് പഠിച്ച ആളാണ്. അപ്പം ഞാൻ അതിനെ അതുപോലെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് പോലും. അപ്പോൾ അതൊക്കെ ഞാൻ അതിനെ എല്ലാം ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും. അതിൻ്റെ ആശയങ്ങളെയോ വാക്കുകളെയോ അല്ല, ആ സംഗീതത്തെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പല ഷോസിനും ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ കേരള കൾച്ചർ അനുസരിച്ചുള്ള ഈ സോപാന സംഗീതം, അഷ്ടപതിയും ഈ തോറ്റം പാട്ടും ഉളവപ്പാട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ വിമർശനം, നഹൂമേ ഇത് ഇയാളെന്ന ഒരു പാസ്റ്ററുടെ മകനല്ലേ. പക്ഷെ ഞാനത് അവരെന്തുകൊണ്ട് പറയുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതെങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ഇതിനെയൊക്കെ കാണുന്ന അവർക്കറിയില്ല. അവരെ പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പോകുന്ന റൂട്ടും എൻ്റെ ചിന്തകളും ഞാൻ എൻ്റെ കർത്താവിനോട് ആലോചിക്കാതെ, എൻ്റെ പപ്പയോടും ആലോചിക്കാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല മ്യൂസിക്കലി. പക്ഷേ പപ്പയ്ക്ക് പപ്പ ഫ്രീഡം തരുന്നുണ്ടെങ്കിൽ പോലും പപ്പയുടെ ഉള്ളിലുള്ള കാര്യം എന്ന് പറയുന്നത്, എൻ്റെ മകൻ അവനൊക്കെ പൊക്കോട്ടെ, പക്ഷേ ഇവനെ കർത്താവെ എനിക്ക് തന്ന ആദ്യത്തെ മകനാണ്. എൻ്റെ കർത്താവിന് വേണ്ടി ഇവൻ എവിടെ പോയാലും അവൻ്റെ സംഗീതം ഇവിടെ വരണം കർത്താവെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ആ ഒരു ഫ്രീഡമാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് തന്നെ കൺഫ്യൂഷനായി, ചെറുക്കനത് എവിടെ ചെന്ന് കൈവിട്ട് പോകുന്നുള്ളൊരു. അപ്പം ഞാൻ അന്ന് അതായിരുന്നു നഹൂമിന്റെ ശരി. അതെ, ശരിയായിരുന്നു, അത് തന്നെയായിരുന്നു. മ്യൂസിക്കിനെ ഇഷ്ടപ്പെട്ടു. ഒരു കൾച്ചറിനെയോ ഒരു മതത്തെയോ റിലേറ്റ് ചെയ്തല്ല ഞാൻ സംഗീതത്തെയാണ് ഇഷ്ടപ്പെട്ടത്. അത് ശരിയാണ്. അത് നഹൂമിന്റെ പാട്ടുകൾ കേട്ടാൽ, അതിൻ്റെ വ്യത്യസ്തത കേട്ടാൽ അത് മനസ്സിലാകും. ഒരു സാധാരണ പാട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പം ക്രിസ്ത്യൻ മേഖലയിൽ പാടുന്ന ഒരു സാധാരണ ഒരു ട്രഡീഷണൽ സോങ്, ആ ഗാനമാണെങ്കിൽ പോലും അത് നഹൂം പാടുമ്പോൾ കുറേയും കൂടെ സംഗീതാത്മകമാകുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും. കാരണം സംഗീതം കർത്താവിന് വേണ്ടി പാടുമ്പോൾ അന്നത്തെ ഒരു ചിന്താഗതിയാണ്, കർത്താവിന് വേണ്ടി പാടുമ്പോൾ എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ ഉള്ളം കൊണ്ട് സ്തുതിക്കുന്നതിൻ്റെ എല്ലാ ഇമോഷൻസും എൻ്റെ നാഡീ ഞരമ്പുകളും എൻ്റെ തൊണ്ടയിലൂടെ അത് ഫീൽ ചെയ്യണം കേൾക്കുന്ന ആൾക്ക്. അതുപോലെയാണ് ലോകത്തിന് വേണ്ടി പാടുമ്പോൾ അങ്ങനെ ചിന്തിച്ചു. ആ സംഗീതത്തെ അങ്ങനെ അത്രമാത്രം ഭംഗിയാക്കി സമൂഹത്തിന് കൊടുക്കുക എന്നുള്ള ചിന്തിച്ചത്. ഓക്കെ. അങ്ങനെയാണ് ആ ഗാനത്തിന്റെ വിവിധ തലങ്ങളിലോട്ട് ബാൻഡ് വരുന്നതും. ഒരുപാട് ചാനൽ ഷോസ് ഏഷ്യാനെറ്റിലും മ്യൂസിക് മോജോ എന്ന് പറഞ്ഞ കപ്പ ടിവിയുടെ ഒരുപാട്. കാരണം മറ്റ് മ്യൂസിക് ടീമുകളൊക്കെ സിനിമാ പാട്ടിൻ്റെ പിറകെ പോകുമ്പോൾ അന്ന് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഈ ഇപ്പോഴത്തെ ആ ഒരു ജനറേഷൻ 90s-ൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ 2012-13 കാലഘട്ടം തൊട്ടാണ് ബാൻഡുകളൊക്കെ കുറച്ച് പണ്ട് തൊട്ട് ഇവിടെ ഇതുണ്ടെങ്കിലും ഇതിവിടെയുള്ള നമ്മുടെ സാധാരണക്കാർക്കും അതെന്താണെന്ന് അറിയില്ല. ഈ ഒരു 15 ശേഷമാണ് ഈ കപ്പ ടി വി, റോസ് ബോൾ ഒക്കെ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ കപ്പ ടി വി ആണ് ഇത് ബാൻഡുകളെ പ്രൊമോട്ട് ചെയ്തത്. അതെ. അപ്പം ഞാനിത് ചെയ്തപ്പോൾ ഞങ്ങൾക്കുള്ളൊരു അവരുടെ ഇടയിൽ ഒരു പ്രത്യേക ഒരു പരിഗണനയും നമുക്കൊരു ഐഡൻറ്റിറ്റിയും ഉണ്ടായിരുന്നതിൻ്റെ കാരണം, കടൽ എന്ന് പറയുമ്പോൾ എല്ലാം ഓൺ കോമ്പോണ്. ഈ പല പാട്ടുകളും ഞാൻ എഴുതിയതാണ്, ഞാൻ കമ്പോസ് ചെയ്തതാണ്, ഞാൻ എഴുതി കമ്പോസ് ചെയ്ത് ഞാൻ പാടിയതാണ്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഒരു പക്ക ഒരു ബാൻഡ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എവിടെയും ആ ഒരു വാല്യൂ ഉണ്ടായി. ആരുടെ ഏത് രംഗത്തും ആരുടെ മുമ്പിലും അത് ധൈര്യത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളതിനെ വളർത്തിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് കവർ സോങ്ങുകൾ. അത് പ്രത്യേകിച്ച് ഈ മലയാളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ ഗാനങ്ങൾ, എനിക്ക് തോന്നുന്നു നഹൂം പാടിയിട്ടുള്ളത് ഏറെയും പഴയ ഗാനങ്ങളാണ്. ആ പഴയ ഗാനങ്ങളെടുത്ത് ഒത്തിരി പുതുമയോട് അവതരിപ്പിക്കുക എന്നുള്ളത്, അതിൻ്റെ എല്ലാ സംഗീതത്തിൻ്റെ ആ റൂട്ടിലെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പാടുക എന്നുള്ളതാണ്. അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഗാനമാണ്, ഞാൻ കേട്ട് എനിക്ക് വളരെ താല്പര്യം തോന്നുന്നൊരു ഗാനമാണ് എനിക്കൊരു തുണ നീയെ എന്നുള്ള ഏറ്റവും പഴയൊരു ഗാനം. അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്, അതിൻ്റെ ഈണവും അതുപോലെയാണ്. ഏത് മനുഷ്യൻ്റെയും മനസ്സിനെ സ്വാധീനിക്കുന്ന മനോഹരമായ ഒരു ഈണമാണ് അതിനുള്ളത്.
നമുക്ക് ആ പിന്നെ കവർ സോങ്ങിലൂടെ തന്നെ നമുക്ക് ആ പാട്ടുകൂടെ ഒന്ന് കേൾക്കാം. സിംഹത്തിൻ ഗുഹയേനി കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും സിംഹത്തിൻ ഗുഹയേനി കേകിയാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ വീഴാതെ നിർത്തേണമേ എന്നെ വീഴാതെ നിർത്തേണമേ. അപ്പോൾ ബാഹ്യ സംഗീതത്തിൽ, സെക്കുലർ സംഗീതത്തിൽ നിരവധി ഗാനങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തെയ്യം, തോറ്റം പോലുള്ള പാട്ടുകൾ, ഗ്രാമീണ ഗാനങ്ങൾ, ഗോത്രവർഗ ഗാനങ്ങൾ, ആ പാട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ അതിനുശേഷം ക്രിസ്തീയ ഗാനത്തിലേക്ക് ഈ സമയത്തും ക്രിസ്തീയ ഗാനങ്ങൾ പാടുന്നുണ്ട്, എന്നാൽ അത് പൂർണ്ണമായിട്ടില്ല, സമൂഹത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് പാടുന്നത്. അതെ. എന്നാൽ ക്രിസ്തീയ ഗാനമാണ്, അല്ലെ ക്രിസ്തീയ ഗാനരംഗമാണ് എൻ്റെ അടിസ്ഥാനം എന്ന് തോന്നുന്ന രീതിയിൽ ഈ ക്രിസ്തീയ ഗാനങ്ങളിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താ? ആദ്യമേ തന്നെ സെക്കുലർ ഫീൽഡിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ലോകത്ത് തന്നെ ആയിരുന്നു യാത്ര. എങ്കിലും നമ്മുടെ വിശുദ്ധ ആരാധന, എൻ്റെ സഭാപരമായ നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള യാത്രകളിലും ആരാധന കൂട്ടായ്മകളിലും മറ്റെല്ലാ പ്രോഗ്രാമുകളിലൊക്കെ ഞാൻ അതുപോലെ അറ്റൻഡ് ചെയ്യുകയും, അപ്പോൾ പാസ്റ്റർമാരും ഞാൻ നേരത്തെ ബ്രദറിനോട് പറഞ്ഞ പോലെ ഒരുപാട് പേര് പറയാറുണ്ട് നഹൂമെ ക്രിസ്ത്യൻ ഇത് ചെയ്യണം. അപ്പോൾ പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കർത്താവ് പലതവണ നീ എനിക്ക് വേണ്ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാൻ സമയമായി എന്നൊരുപാട് പറഞ്ഞു. പക്ഷേ ഞാൻ യേശോപ്പ എന്ന് അതിനെ ആ ഒരു രീതിയിൽ എടുക്കാതെ സെക്കുലർ പ്രോഗ്രാം വരുമ്പോൾ അതിനങ്ങ് പോവുകയും ആ ഒരു തലത്തിൽ മറ്റേ ക്രിസ്ത്യ പ്രോഗ്രാം ചെയ്യുന്നു. പക്ഷേ എനിക്ക് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കർത്താവിനുള്ളതാണ്. അതെനിക്ക് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ പച്ച കുത്തിയതാണ്. എനിക്കത് നന്നായിട്ടറിയാം. എൻ്റെ പപ്പ എൻ്റെ കർത്താവിൻ്റെ ആ ഒരു പുതപ്പ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ബാക്കി ധരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നെനിക്ക് നന്നായിട്ട് ഓർമ്മ അറിയാം. പക്ഷേ ഞാൻ ഈ പോയി എൻ്റെ യാത്രകൾ ചെന്ന് പോകുന്നത് വളരെ ഡേഞ്ചർ സിറ്റുവേഷനിലോട്ടാവാൻ തുടങ്ങി. പോയിക്കൊണ്ടിരുന്നു. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളും മ്യൂസീഷ്യന്മാരുടെ ഒരു ചേഞ്ചും, പിന്നെ അതിനുശേഷം സിനിമകൾ ഒരുപാട് വർക്ക് ചെയ്തു. പിന്നെ സിനിമകൾ വന്നു. 2000 ബാൻഡ് തുടങ്ങിയ ശേഷം 2-3 സിനിമ ചെയ്തു. അത്യാവശ്യം നല്ല കുറച്ച് പാട്ടുകൾ ചെയ്തു. അപ്പോൾ ഞാൻ ഈ ചില ക്രിസ്ത്യൻ ചർച്ചകളൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കും, പ്രോഗ്രാമൊക്കെ ചെയ്യുമെങ്കിലും കർത്താവിന് വേണ്ടി പൂർണ്ണമായി പാടാനെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ഇത് വരുന്നത് ഈ ഒരു രീതിയിലോട്ട് വരുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് 2019 ശേഷമാണ്. കൊറോണ ടൈം സമയത്താണ് പൂർണ്ണമായി ക്രിസ്തീയ ഗാനത്തിലേക്ക്. അതുവരെ ഈ 2013 എൻ്റെ പിതാവ് മരണപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ട് ഞാൻ കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതി വന്നപ്പോൾ സാമ്പത്തിക ഒരു വലിയ ഘടകമാണ്. കാരണം കർത്താവിന് വേണ്ടി ദൈവസന്നിധിയിൽ വേണ്ടി ഇറങ്ങണമെന്ന് നിൽക്കുമ്പോൾ പോലും എന്നെ നിയന്ത്രിക്കുന്നത് ഫിനാൻഷ്യൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു സഭയിൽ വേണ്ടി ഞാനിപ്പോൾ ഇറങ്ങി, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടി പാട്ടുകാരനായിട്ട് ഞാൻ അതിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി, ഒരു വിവാഹപ്രായമായ സഹോദരി, അമ്മ റെൻ്റ് ആണ് താമസിക്കുന്നത്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഒരിക്കലും ഒരു 20 ക്രിസ്ത്യൻ പ്രോഗ്രാമിന് പോകുന്നത് എനിക്ക് ഒരു സെക്കുലർ ഷോയ്ക്ക് പോയാൽ എനിക്ക് ഡിമാൻഡ് ചെയ്യുന്ന പേയ്മെൻറ്റ് എനിക്ക് കിട്ടും. ആ സമയത്തൊക്കെ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് അതൊരു വല്ലാത്തൊരു എന്നെ കുരിക്കൊരു സാഹചര്യമാണ്. അറിയാം ഇതൊക്കെ പരീക്ഷണമാണെന്ന് അറിയാമെങ്കിൽ കൂടി എൻ്റെ ഒരു നല്ല സമയമായതുകൊണ്ട് ഞാനത് മാക്സിമം എന്നെ കർത്താവിനോട് നിന്നുകൊണ്ട് ഞാൻ ലോകപ്രകാരം അറിയുന്ന ഒരു സെക്കുലർ മ്യൂസീഷ്യനായിട്ട് മാറണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ഹൃദയത്തിൽ. ഞാൻ ദൈവ പൈതലും എന്നാൽ മ്യൂസീഷ്യൻ എന്നുള്ള രീതി സംഗീതം ലോകത്തിന് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അങ്ങനെ നിന്ന് പപ്പ മരണപ്പെട്ടു. ഒരുപാട് ബാധ്യതകളൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് ലോകപ്രകാരമുള്ള പല കൂട്ടുകെട്ടിലും തെറ്റിൻ്റെ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഒരിക്കലും ഞാൻ തിരിച്ചു വരുമെന്ന് കരുതാൻ പറ്റാത്ത തരത്തിലുള്ള എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ ഈ പോക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ദൈവം ഞാൻ ഇതിന്നൊക്കെ ഇനി എങ്ങനെ റിക്കവർ ആവും, അത്തരത്തിൽ കൊണ്ടെത്തി. അതെത്തിയപ്പോൾ എനിക്കറിയാം ഇത് യേശോപ്പനിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് എനിക്കൊരു ഒരു താക്കീത് എനിക്കുണ്ടാവും. ഒരുപാട് കുഞ്ഞു താക്കീതുകൾ എനിക്ക് തന്നെങ്കിലും
യേശോപ്പനെ എന്നെ അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടും എന്നെപ്പറ്റി മുന്നേ കണ്ടിരിക്കുന്നത് കൊണ്ടും എനിക്കറിയാം യവൻ ഇവിടെ വരും എന്നുള്ളൊരു പിടി കർത്താവിനുണ്ടല്ലോ. പക്ഷേ ഞാനിങ്ങനെ പോയി ഒരുപാട് മോശപ്പെട്ടൊരു അവസ്ഥയിലൂടെ യാത്ര ചെയ്ത് ഇനി എൻ്റെ പപ്പ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത തലത്തിലോട്ടൊക്കെ ഞാൻ പോയി. വീട് നമ്മളെ കുടുംബം നോക്കുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു, എല്ലാവരും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, സമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്നു. പക്ഷേ പല ലഹരിയുടെയൊക്കെ പിറകെ പോകുന്നൊരവസ്ഥയിലോട്ട് എൻ്റെ സാഹചര്യം കൊണ്ടെത്തിച്ചു. സ്വകാര്യ ജീവിതത്തിൽ കൊണ്ടെത്തിച്ചു. പബ്ലിക് രീതിയിലല്ല വെച്ചാൽ മ്യൂസിക്കലി ഞാൻ നിൽക്കുമ്പോൾ, എനിക്ക് കമ്പോസ് ചെയ്യാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ, ഒരു വലിയ ഇവൻറ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇതിലൊക്കെ എൻ്റെ കൂടെ പാർട്ടായിട്ട് നിൽക്കുന്നവരും പലരുമായിട്ടൊക്കെ ഞാൻ അവരോടൊക്കെ ജോയിൻ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം എൻ്റെ ലൈഫിൽ വന്നു. ഞാനിത് അതിൻ്റെയൊക്കെ പീക്ക് ലെവലിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഇത് കർത്താവ് ഇതിനൊക്കെ ഒരു തീരുമാനം, എനിക്കൊരു ഒരു ഉറപ്പ്, പലതിലും ഞാൻ അങ്ങ് ലോക്കായി, പല ആളുകളുമായിട്ട് പല ഇവൻറ്റുകളുമായിട്ട് എനിക്ക് പിരിയാൻ പറ്റാത്ത തലത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ വിവാഹം 2019 പുള്ളിക്കാരി സമയത്താണ്. പുള്ളിക്കാരി വന്നതിന് ശേഷമാണ് ജീവിതത്തിലെ മാറ്റങ്ങൾ വന്നത്. അത് കർത്താവിൻ്റെ ഒരു തീരുമാനമാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരനായ ഞാൻ ഒരിക്കലും പത്തനംതിട്ട ഒരു പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട് പോകാനും ഒരിക്കലും ഒരു പരിചയത്തിൻ്റെയോ ഇതിൻ്റെയോ ഇതില്ല. ആ സമയത്ത് നാട്ടിൽ വിവാഹാലോചനകൾ നടക്കുന്ന സമയമാണ്. പക്ഷേ ഇത് ഇപ്പോഴും ഈ നിമിഷവും ഞാൻ എന്നെ അറിയുന്നവരെയും എനിക്ക് വേണ്ടപ്പെട്ടവരോടും പറയുന്നത്, നഹൂം എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ആയെങ്കിൽ എൻ്റെ യേശോപ്പൻ, എൻ്റെ കർത്താവ് എൻ്റെ ഭാര്യയെ പ്ലേസ് ചെയ്തതുകൊണ്ട് മാത്രം അതിലാണ് ഈ ഒരു ചേഞ്ച്. കർത്താവിനത് അറിയാം ഇവിടെ ഒരു പിടിപിടിക്കാം. അവിടെയാണ് പിന്നെ കൊറോണ സമയമൊക്കെ ആയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിവാഹ ജീവിതത്തിൽ കഴിഞ്ഞ് കുടുംബജീവിതത്തിലോട്ട് പ്രവേശിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നു, പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിലിരുന്ന് ഞാൻ ഒരുപാട് ദുർശീലങ്ങൾ വിവാഹത്തിന് മുമ്പ് തന്നെ എൻ്റെ ഭാര്യ ആയിരിക്കുന്നവൾ ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസം, IPC വിശ്വാസം എന്ന് വന്ന ആളായതുകൊണ്ട് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി വന്നപ്പോൾ മാറി. അത് മാറിയപ്പോൾ തന്നെ പിന്നെ ഞാൻ കർത്താവിലോട്ട് അടുക്കാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയം കൂടെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയാണ്, അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, കർത്താവ് ഇങ്ങനെയല്ല, കർത്താവിന് വേണ്ടി പാടണം. അങ്ങനെ കർത്താവിന് വേണ്ടി ഹൃദയം തുറന്ന് ഹൃദയം നിറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പാടി ഉഷകാലം. അത് വെറുതെ പാടിയതാണ്. സ്റ്റുഡിയോയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ആ സമയത്താണ് ആ പാട്ട് പാടി. അതെ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തിൻ പ്രിയനേ എന്നെ വിടലേ, കൊടുങ്കാറ്റുണ്ടി വനദേശത്തിൻ പ്രിയനേ എന്നെ വിടലേ, കൊതിയോടു ഞാൻ വരുന്നേ എൻ്റെ സങ്കടമങ്ങു തീർക്കണേ, കൊതിയോടു ഞാൻ വരുന്നേ എൻ്റെ സങ്കടമങ്ങു തീർക്കണേ. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് 2015-16 സമയത്ത് ഈ ബാൻഡിൽ ഒരുപാട് ക്രിസ്ത്യൻ ഷോസ് ചെയ്തിട്ടുണ്ട്. പല പാസ്റ്റർമാരുടെയൊക്കെ മ്യൂസിക്കൽ ഇവൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഉറച്ച തീരുമാനം എടുക്കുന്ന ഒരു ടൈം ഇപ്പോഴാണ്. അപ്പോൾ അതിന് 2015 എനിക്ക് വേണ്ടി കരുതി ദൈവം എന്ന് പറയുന്ന പാട്ട് ഞാൻ പാടുന്നതൊക്കെ. അവിടെയൊക്കെ ദൈവം എനിക്കൊരു എന്താണ് കയറി പോകാനായിട്ടൊരു സ്റ്റെപ്പ് ഇട്ട് തന്നതാണ്. പക്ഷേ ഞാൻ അതിൽ നിന്ന് വീണ്ടും തെന്നി മാറി ലോകപ്രകാരം പോയി. എന്നാൽ വിവാഹ ജീവിതത്തിന് ശേഷം കർത്താവ് എനിക്ക് ഈ ഉഷകാലം എന്ന് പറയുന്ന പാട്ട് പാടി. ഈ പാട്ട് പാടിയതിന് ശേഷം വെറുതെ തിരുവനന്തപുരത്ത് ഒരു പള്ളിയുടെ ഫ്രണ്ടിലിരുന്ന് ഷൂട്ട് ചെയ്ത് വെറുതെ ടോപ്പ് ട്യൂൺസ് എന്ന് പറയുന്ന ചാനൽ എൻ്റെ സുഹൃത്തു കൂടിയായ ഷൈജു ബ്രദർ ഇതൊന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഈ സാധനം ഇട്ടു. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്തൊരു, കാരണം എൻ്റെ പപ്പ ദൈവദാസനായിരുന്നു. അദ്ദേഹം പാസ്റ്ററെ നിങ്ങൾ പ്രാർത്ഥിച്ചു എൻ്റെ കുടുംബത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാടിയ പാട്ടിൻ്റെ താഴെ കമൻസ്, മോനെ ഈ പാട്ട് കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, മോൻ്റെ പാട്ട് അടുത്തൊരാൾ മോൻ്റെ പാട്ട് കേൾക്കാത്ത ഒരു സമയം പോലുമില്ല, മോനെ എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഈ പാട്ട് കേട്ട് അവനിപ്പോൾ സംസാരിക്കാൻ തുടങ്ങി കേട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു 10,000 സെക്കുലർ ഫീൽഡിൽ നിന്ന് 10,000 പേര് എൻ്റെ പാട്ട് കേട്ട് കൈയടിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടിയിലാണ് ഒരാൾ എന്നെ വെള്ളയമ്പലത്ത് വെച്ച് വന്ന് ദൂരെ നിന്ന്, എനിക്കറിയില്ല, വന്ന് കണ്ട് നഹൂം ബ്രദറിൽ നിന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ നെഞ്ചത്ത് കിടന്ന് കരഞ്ഞു. ഞങ്ങൾ ഒരുപാട് മാനസിക വിഷമത്തിലിരിക്കുമ്പോൾ നഹൂമിൻ്റെ ഈ പാട്ട് കേൾക്കുന്നത് എന്തെന്നറിയില്ല, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. അന്ന് ഞാൻ കർത്താവ് എൻ്റെ യേശോപ്പൻ എന്നിൽ നിറച്ചിരിക്കുന്ന സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ പ്രയോഗിക്കേണ്ട സമയമായി എന്ന് തോന്നി. ആ സമയമായി തോന്നി. എനിക്ക് തോന്നുന്നു മലയാള ക്രൈസ്തവ ഗാനശാഖയിലെ
ഏറ്റവും അപൂർവമായ ഇമ്പകരമായ ഗാനങ്ങളിൽ, പ്രഭാത ഗാനങ്ങളിൽ ഒന്നാണ് ഉഷകാലം. അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ എഴുതി, അതിൻ്റെ വരികൾ തന്നെ എത്രയോ അർത്ഥവത്തായ വരികളാണ്. ആ വരികൾക്ക് ഒത്ത ഈണവും. ഈ ഞാനൊരു ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ നഹൂം, ഈ പഴയ ഗാനങ്ങൾ, ആ ഗാനങ്ങളെല്ലാം, പ്രത്യേകിച്ച് പഴയ ക്രൈസ്തവ ഗാനങ്ങൾ, സെക്കുലർ ആണെങ്കിൽ പോലും അത്രയ്ക്ക് ഇമ്പകരമാണ്. ആ ക്രൈസ്തവ ഗാനങ്ങൾ അന്നത്തെ ആ എഴുത്തുകാരുടെ അല്ലെങ്കിൽ ആ പാട്ട് എഴുതിയവരുടെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഗാനങ്ങളാണ്. ആ സമയത്ത് തന്നെയാണ് അതിൻ്റെ ട്യൂണും. അതെ, ആണ്. അവരാ വരിയും ട്യൂണും ഒരുമിച്ചാണ് ചെയ്യുന്നത്, ഒരുമിച്ചാണ് പാടുന്നത്. ഇന്ന് ഒരാൾ ട്യൂൺ ചെയ്യുന്നു, ഒരാൾ എഴുതുന്നു, ഒരാൾ മ്യൂസിക് അതിൻ്റെ പശ്ചാത്തലം ചെയ്യുന്നു. എന്നാൽ അന്ന് ഒരിടത്തിരുന്ന് എഴുതുകയാണ്, അന്നേരം തന്നെ പാടുകയാണ്. എഴുതുന്ന പോലും ഇല്ല, മനസ്സിലാണെന്ന് തോന്നുന്നു, മനസ്സിനെക്കുറിച്ച് അന്നേരം തന്നെ പാടുകയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് ഇന്നത്തെ പാട്ടും അന്നത്തെ പാട്ടും അത് എത്രത്തോളം ഹൃദ്യമാണെന്ന് തോന്നിയത്, നഹൂമിന് തോന്നിയത് ഏത് കാലഘട്ടത്തിലെ പാട്ടുകളാണ്? ഇതിനൊരു കർത്താവുമായിട്ട്, വചനമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയണം. ഓക്കെ, നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ സാധിക്കും, കഷ്ടതയിലും പട്ടിണിയിലും ദുഃഖത്തിലും വേദനയിലും രോഗത്തിലും നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥന കൂടുന്തോറും നമുക്കുള്ള അനുഭവം കഠിനമാണെങ്കിൽ നമ്മളെ കൂടെ കർത്താവ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ സ്വർഗരാജ്യം അങ്ങനെ ഇങ്ങനെയൊന്നും കയറിപ്പോകാൻ പറ്റുന്ന സ്ഥലമല്ല. പലരും പ്രസംഗിക്കും, ഞാൻ വിശ്വസിക്കുന്ന ഒരുപാട്, ഞാൻ ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന, ഞാൻ ഇപ്പോഴും ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരുപാട് അനുഗ്രഹീത ദൈവദാസന്മാരും പ്രൊഫറ്റുമാരും ഒക്കെ ഉണ്ട്, അപ്പോസ്റ്റൽമാരൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയതാണ്, കർത്താവ് സ്നേഹമാണ്, സമാധാനമാണ്, കരുണയാണ്, സാന്ത്വനമാണ്. അപ്പോൾ കർത്താവ് ആവശ്യമുള്ളവനെ കർത്താവ് കറക്കും, കർത്താവിന് വേണമെന്നുള്ളവനെ കർത്താവ് കറക്കും. കർത്താവിന് അറിയാം ഇവനെ എനിക്ക്, കാരണം നമ്മൾ എത്ര തെറ്റിപ്പോയാലും ഇല്ല ഈ ചെറുക്കനെ ഇവനെ, കാരണം നമ്മൾ അത്ര ഇഷ്ടമാണ്. അതെ, അങ്ങ് മുകളിൽ ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലോ നമ്മുടെ വിശ്വാസം അനുസരിച്ച്. അപ്പം കുറച്ചിഷ്ടം കൂടി അവനെ കർത്താവ് ഇത്തിരി പിടിക്കും കുറച്ച്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി, ഇമോഷണലി എൻ്റെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പ് ഹൃദയം തുറന്നു, അതിന് ദൈവം കർത്താവ് റിസൾട്ട് തന്നിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാം പോസിറ്റീവാണ്, വളരെ നല്ല കാര്യമാണ്, ചിന്താഗതിയും എല്ലാം നമ്മൾ സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം, ദൈവസന്നിധിയിൽ ദുഃഖം പാടില്ല, മതിമറന്ന് ആരാധിക്കണം. നമുക്ക് വീട് കിട്ടി, ബംഗ്ലാവ് കിട്ടി, ബെൻസ് കാറ് കിട്ടും, BMW കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പോസിറ്റീവ് തരത്തിലാണ് സഭയിലേക്കും നമ്മുടെ വിശ്വാസത്തിലേക്കും ആളുകൾ എത്തിച്ചേരുന്നത്. പക്ഷേ ഇതിലൊരു വിഷയം, ഈ ഒരു സാധനത്തിൽ മാത്രം നിൽക്കുമ്പോൾ, അവനൊരു കഷ്ടത വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ, ഒരു മാറാവ്യാധി വരുമ്പോൾ, അവൻ സ്വന്തമായിട്ട് കർത്താവിനെ എങ്ങനെ പ്രാർത്ഥിച്ച് അതിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ള ലെവൽ, അതിൻ്റെ ഒരു സാഹചര്യം വിട്ടുപോകും. കാരണം ഇന്നത്തെ ഒരു ജനറേഷനിൽ ഞാൻ കാണുന്നത് ഫുൾ പോസിറ്റീവാണ്. കാരണം പണ്ടത്തെ ജനറേഷനെ വെച്ച്, പണ്ടത്തെ ഒരു ആരാധന രീതിയിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണ്. പണ്ട് ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിക്കാതെ ഒരു കാട്ടിൽ നടുക്ക് അകപ്പെട്ടാലും അവൻ ഒറ്റയ്ക്ക് പ്രാർത്ഥന കൊണ്ട് അവിടെ നിന്ന് അതിജീവിക്കും. ഇന്ന് ഒരു വർഷിപ്പ് കൂട്ടായ്മയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തീർന്നു സ്പിരിച്വൽ. അതെ. അപ്പോൾ രണ്ടിലും അനുഭവങ്ങളും കഷ്ടതയും ആ ഒരു ട്രാക്കിലൂടെ വരുന്നതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതിൻ്റെ അകത്തൊക്കെ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ അത് അനുഭവമായിരുന്നു. അനുഭവം ഉണ്ടാവണം വെച്ചാൽ അനുഭവമായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ്, ഇനി എത്ര ജനറേഷൻ മാറി എന്ന് പറഞ്ഞാലും, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതിനേക്കാൾ പ്രയാസം എന്നുള്ളൊരു വചനമുണ്ട്. അതൊന്നും നമുക്ക് തന്നെയാണ് ധനവാന്റെയും ഇത് പറഞ്ഞ പോലെ ഇത് ലാസൻ്റെ ഒക്കെ നമുക്ക് യോബിൻ്റെ പലരുടെയും സ്റ്റോറി നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവസന്നിധിയിൽ കർത്താവ് നമുക്കൊരു പ്രാധാന്യം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ അല്ലെങ്കിൽ ഇവൻ എൻ്റെ മകനെന്ന് പറയണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സ്ട്രഗിൾ ചെയ്യുന്നൊരവസ്ഥ. നമ്മൾ ഭൂമിയിൽ പല പരിശോധനകളിലും പരീക്ഷണങ്ങളിലും ക്രിസ്തുവിൽ പ്രതിരോധിച്ച് നിൽക്കണം. അല്ലാതെ എല്ലാം പോസിറ്റീവ്, എല്ലാം അങ്ങനെ തന്നു ഇങ്ങനെ തന്നു അങ്ങനെ ചിന്തിക്കുക, അതിലല്ല. ഇമോഷണലി കർത്താവുമായിട്ട് ലോക്കാണെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് നമ്മുടെ ജീവിതം, കാരണം നമുക്ക് ഞാനിപ്പോഴും പണ്ട് എൻ്റെ ആഗ്രഹങ്ങളെന്ന് പറയുന്നത് നല്ല ഭവനം, BMW കാറ്, അങ്ങനെ ഇത് മറ്റേ ബാങ്ക് അക്കൗണ്ട്, ഇതൊക്കെ ഒരു പരിധിവരെ നല്ല രീതിയിൽ ജീവിച്ച ആളാണ് ഞാൻ. പ്രീമിയം കാറ് ചെറിയ പ്രായത്തിൽ തന്നെ യൂസ് ചെയ്തു, വലിയ പക്ഷേ ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത് ക്രിസ്തുവിൽ എനിക്ക് എത്രമാത്രം കർത്താവ് ആഗ്രഹിച്ചതുപോലെ ഒരാളായി തീരാൻ പറ്റും. എൻ്റെ സംഗീതം എത്രമാത്രം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റും. എന്തൊക്കെ
നല്ലൊരു മനുഷ്യനാവാൻ പറ്റും, എൻ്റെ ദേഷ്യം എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, എത്ര നല്ല ഹൃദയം എനിക്ക് വിശാലമാക്കാൻ പറ്റും, എത്ര പേരെ എനിക്ക് സഹായിക്കാൻ പറ്റും, മതമോ ജാതിയോ നോക്കാതെ ക്രിസ്തുവിന് വേണ്ടി എത്ര പേരോട് എനിക്ക് സംസാരിക്കാനും എൻ്റെ സംഗീതം, എൻ്റെ സുവിശേഷം അറിയിക്കാനും പറ്റും. ഇതാണ് എൻ്റെ ചിന്ത. പണ്ട് തിന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കലി ആ പേരുണ്ടാക്കുക, ഇന്ന ആളുടെ ഇടയിൽ പേര് ഇന്ന പ്രോഗ്രാം ചെയ്യുക, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. ഈ പഴയ സംഗീതവും ഞാനിപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് പറഞ്ഞത് വെച്ചാൽ ഇതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ സന്നിധിയിലെല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ കർത്താവിനെ സ്നേഹിക്കുന്നവനെ, എൻ്റെ കർത്താവിനായിട്ട് ആ ഒരു യാത്രയിലും പോക്കിലും വരവിലും എല്ലാം എൻ്റെ പപ്പയാണ്. അല്ലാതെ ഒരു രണ്ട് തരത്തിലുണ്ട്. ഇത് എൻ്റെ ഒരു വിശ്വാസമാണ്, മതമാണ്, ഇതിനെ ഫോളോ ചെയ്ത് പോയാൽ എനിക്ക് അവിടെ എത്താം, അതൊരു വിശ്വാസതരം. ഇത് ആണ് എൻ്റെ എല്ലാം. ഇതറിയാതെ ഞാനൊന്നും സംഭവിക്കുന്നില്ല. എൻ്റെ കൂടെയുണ്ട്, എൻ്റെ എല്ലാമായ കർത്താവാണ്. എൻ്റെ യാത്രയിലും പോക്കിലും വരവിലും എന്നെ അറിയുന്നവൻ, എൻ്റെ ഹൃദയത്തിലുള്ളവൻ. അപ്പോൾ അത്രയും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കർത്താവിനെ ഫോളോ ചെയ്യുന്നവർ അല്ലെങ്കിൽ കർത്താവിനെ അറിയുന്നവരെ കൂടെ യേശുവിൻ്റെ സാന്നിധ്യം ഭയങ്കരമായിട്ടുണ്ടാകും. അപ്പം ഞാൻ നോക്കിയപ്പോൾ പഴയ സംഗീതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് ഇമോഷണലി. അപ്പോൾ അതിന് തന്നെ എന്തൊക്കെ പറഞ്ഞാലും, കാരണം അത് ഫിൽട്ടർ ചെയ്താണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു പവറും അതിലൂടെ പോകുമ്പോൾ ഒരു എനർജിയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്തുവിലുള്ള ഒരു പ്രാർത്ഥനയുടെ തീവ്രതയൊന്നും ഒരിക്കലും നമുക്ക് ഇപ്പോഴൊക്കെ പോകുന്നത് ആ ഒരു ഫീൽ ഗുഡിൽ അവിടെ കട്ടാവുകയാണ്. അടുത്തൊരു ഇഷ്യൂ വരുമ്പോൾ ഞാൻ ഇനി അടുത്ത് എന്ത് ചെയ്യണം. മറ്റേത് ഒരു സുവിശേഷകൻ ദൈവവചനം എടുത്തുകൊണ്ട് ഇറങ്ങി, സാധു സുന്ദർ സിംഗ് അല്ലെങ്കിൽ കൊച്ചുകുഞ്ഞു ഉപദേശി അദ്ദേഹം അല്ലെങ്കിൽ പല ദൈവദാസന്മാർ പി വി ആചാര്യങ്ങളൊക്കെ വചനം എടുത്തുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് പിന്നെ ഫ്രണ്ടിൽ വേറെ തടസ്സമില്ല. അവർക്ക് മുമ്പിലും പിന്നിലും ഇനി ഒന്നുമില്ല. അവർക്ക് USD അമേരിക്കയോ ലണ്ടനോ കേംബ്രിഡ്ജോ ഒന്നും അവർക്കില്ല, വിഷയമല്ല. അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പഴയതിനെ പുതിയതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നല്ല, പുതിയതിന് ഒരുപാട് പരിമിതികൾ ഈ സിസ്റ്റം അങ്ങനെ ആക്കി വെക്കുന്നുണ്ട് അവരെ. കാരണം ഒരു വിഭാഗം മാത്രം ഞങ്ങൾ ശരി, ഒരു വിഭാഗം ഞങ്ങൾ ശരി, ഒരു വിഭാഗത്തിനെ മറ്റൊരു വിഭാഗം കുറ്റം പറയുന്നു. പഴയ ഒരു രീതിയെ, മ്യൂസിക്കലി പ്രാർത്ഥനാ രീതിയും വിശ്വാസത്തിൻ്റെ ആ ഒരു പവറും പഴയ രീതിയെ ഇഷ്ടപ്പെടുന്നതും ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. പ്രാർത്ഥനാ ജീവിതവും ആ അറിവും ക്രിസ്തുവിലുള്ള ജ്ഞാനവും പരിജ്ഞാനവും ആ ഒരു വിശ്വാസത്തിൻ്റെ പവറും ഒക്കെ പഴയത് തന്നെയാണ് എപ്പോഴും ഏറ്റവും ബെസ്റ്റ്. ഭംഗി. 2015 എനിക്ക് തോന്നുന്നു സംഗീത സംവിധാനം, ക്രിസ്തീയ ഗാനങ്ങളുടെ സംഗീത സംവിധാനം, എനിക്ക് ധാരാളം പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2015 തോന്നുന്നു ഒരു ആൽബം ചെയ്തു, കരുതുന്ന ദൈവത്തെ, എനിക്ക് വേണ്ടി കരുതിയ ദൈവം. അത് പാടുകയായിരുന്നു. അതെ. സംഗീതം ചെയ്ത് പാടുകയായിരുന്നു. സംഗീതം ചെയ്ത് പാടി. അത് തങ്കച്ചി മാത്യു എന്ന് പറഞ്ഞ ഒരു ദേവദാസ് എഴുതിയ ഗാനമാണ്. അത് ഈ മ്യൂസിക് മോജോയിൽ മറ്റു സെക്കുലർ പാട്ടുകളുടെ ഇടയിൽ, കാരണം അവർ ഒരിക്കലും ഒരു മതപരമായ ഗാനം ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷേ എനിക്കൊരു വാശിയായിരുന്നു ഈ പാട്ട് ചെയ്യണം. പക്ഷേ അത് മ്യൂസിക് മോജോയിൽ ചെയ്ത് 2018 ഞാൻ ഈ പാട്ട്, എനിക്കൊരു വാശിയായിരുന്നു ഇത് ചെയ്യണം, ഈ പാട്ട്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, റിക്വസ്റ്റ് ചെയ്തു. മനസ്സോടെ അവരത് സമ്മതിച്ചു. അതാണ് സത്യം പറഞ്ഞാൽ ക്രിസ്തീയ ഗാനത്തിലോട്ട് ഇനി ഞാൻ ഇറങ്ങണം എന്നുള്ളതിൻ്റെ ഒരു തുടക്കം. പൂർണ്ണമായുള്ളൊരു ക്രിസ്തുവിന് വേണ്ടി ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലോട്ടും അപ്പന് വേണ്ടി പാടാൻ തുടങ്ങുന്നതും 2019-20 കൊറോണ സമയത്ത്. നമുക്ക് ഈ ഗാനം ഒന്ന് ചില വരികളൊന്നും എനിക്ക് വേണ്ടി ചെങ്കടലിൻ ശോധനയിലും കരുതി നാഥൻ, ചെങ്കടലിൻ ശോധനയിലും കരുതി നാഥൻ, നീ എൻ ദൈവം, നീ എൻ ദൈവം, നീ എൻ ദൈവം, നീ എൻ ദൈവം, എനിക്കു വേണ്ടി കരുതി ദൈവം, ജനിക്കും മുൻപേ കരുതി വച്ചവൻ, എനിക്കു വേണ്ടി കരുതി ദൈവം, ജനിക്കും മുൻപേ കരുതി വച്ചവൻ, ചെങ്കടലിൻ ശോധനയിലും കരുതി നാഥൻ, ചെങ്കടലിൻ ശോധനയിലും കരുതി നാഥൻ, നീ എൻ ദൈവം,
എനിക്ക് തോന്നുന്നു 2015 ഇതിന് രൂപം കൊടുക്കുന്നത്. പിന്നീട് അത് എനിക്ക് തോന്നുന്നു ബാൻഡിലേക്ക് വന്നത് 2018 ഓക്കെ. വളരെ ഹൃദ്യമായ ഗാനമാണ്. ആ വരികൾക്കൊത്ത സംഗീതം, അതിൻ്റെ ഭംഗി അതിനുണ്ട്. ഈ പലപ്പോഴും നമുക്ക് ധാരാളം പാട്ടുകാരുണ്ട്, എഴുത്തുകാരുണ്ട്, പിന്നെ സംഗീത സംവിധായകരുണ്ട്. പലപ്പോഴും ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഇത് മൂന്നും വേറിട്ട് തന്നെ നിഴലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. കാരണം പാട്ടൊരിടത്ത് കിടക്കുന്നു, സംഗീതം വേറൊരു, ആ വരികൾക്കുമായി ഒരു ബന്ധമില്ലാത്ത, അതിലെ ആത്മാവിനെ തൊടാത്ത പിന്നെ സംഗീതമായി പോകുന്നു എന്നുള്ളത് ഇന്നത്തെ ഒരു പരാജയമാണ്. ഇന്നത്തെ കാരണം ഇന്ന് ഈ ഒരു വൈബ് മാത്രമാണ് ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർത്താവിനെ ആരാധിക്കുന്നത് ഈ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിലാണ്. കർത്താവ് എൻ്റർടൈൻമെൻറ്റിൽ മാത്രമല്ല വരുന്നത്. കർത്താവ് ഏത് സമയത്തും ദുഃഖത്തിലും സന്തോഷത്തിലും കണ്ണുനീരിലും വേദനയിലും എല്ലാം കർത്താവ് നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ, ഇങ്ങനത്തെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ കർത്താവ് വരൂ എന്നുള്ളതാണ് ഒരു വലിയ തെറ്റിദ്ധാരണ. ഇപ്പോൾ കാലിക പ്രസക്തമാണത്. അത് നഹൂമിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ഉത്തരം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഈ സെക്കുലർ സംഗീതത്തിൽ ധാരാളം വിവിധ തലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തീയ സംഗീതത്തിലും അതുപോലെ തന്നെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ. അത്തരം സാഹചര്യത്തിൽ മറ്റൊന്ന്, ഈ നമ്മുടെ ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സമൂഹത്തിൽ, അതിലുപരി പെന്തക്കോസ്ത് സമൂഹത്തിൽ ഗാന ശുശ്രൂഷകൾ പലപ്പോഴും എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പലപ്പോഴും സംഗീതവുമായി ബന്ധമില്ലാത്തവർ പോലും ആ ഒരു മേഖല കീഴടക്കുന്നുവോ എന്നെനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇമ്പമല്ല, സംഗീതത്തിന് ജീവനില്ലാത്ത സംഗീതമാണ്, അവിടെ ഒരു ബഹളമയമാണ്. ഇതൊക്കെയായിട്ടാണ് എനിക്ക് പലപ്പോഴും ഈ സമൂഹത്തിലെ സംഗീതത്തെ തോന്നിയിട്ടുള്ളത്. അത് ഗാന ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് വളരെ മഹത്വത്തോടെ നമ്മൾ ആ പദം ഉപയോഗിക്കുകയും ആ ശുശ്രൂഷ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു മഹത്വമില്ലാത്ത രീതിയിൽ ഗാനവുമായി ബന്ധമില്ലാത്തവർ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ ഗായകരായിട്ടുള്ള നല്ല കഴിവുള്ള പലരും മാറ്റി നിർത്തപ്പെടുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബ്രദറിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഏറ്റവും ഇത്തരത്തിലൊരു ചോദ്യം വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. ഇത് ചോദിച്ചതിൽ ഒരുപാട് എനിക്ക് ഇതിൽ പറയാനുണ്ടെങ്കിലും ഞാൻ വളരെ ചുരുക്കി പറയാം. ഒന്ന്, സെക്കുലർ രീതിയിൽ നിന്നപ്പോൾ ഞാൻ ഈ ബ്രദർ പറഞ്ഞ ഈ ഒരു കാര്യത്തെ ഒരുപാട് രീതിയിൽ പലരോടും വിമർശിച്ചിട്ടുണ്ട്. കാരണം പെന്തക്കോസ്ത് രീതിയിൽ ബ്രദർ ചോദിച്ചല്ലോ എന്തുകൊണ്ട് പല കാര്യങ്ങളിൽ നഹൂം എന്തുകൊണ്ട് ഇതിന് നേരത്തെ ഇറങ്ങിയില്ല ഒരു പാസ്റ്ററുടെ മകനായിട്ട്, അതിനുള്ളൊരു ഉത്തരം കൂടിയാണിത്. ഞാൻ ഇറങ്ങാത്തതിൻ്റെ കാരണം ഒരുപാട് പേര് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം അർഹതപ്പെട്ടവരല്ല, മ്യൂസിക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് പല പൊസിഷനിലും നിൽക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഇത് കാരണം ഒന്ന്, അവരുടെ ഒരു സിസ്റ്റം അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് പള്ളിയിൽ എല്ലാവർക്കും പാടാൻ പറ്റണം. അതൊരു കാര്യമാണ്, എല്ലാവർക്കും ഒരുപോലെ പാടാൻ പറ്റണം. ഇപ്പോൾ ഒരു യേശുദാസ് വന്നില്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ പഠിച്ചെന്ന് പാടുമ്പോൾ അതിൽ വിശ്വാസികൾക്ക് ഏറ്റു പാടാൻ പറ്റില്ല ഒരിക്കലും. പക്ഷേ എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരിതായിരിക്കണം. വർഷിപ്പ് ലീഡർ എന്നുള്ളൊരു പൊസിഷൻ ആക്കി വെച്ചു. ഞാൻ അതിനെ ഒരിക്കലും യോജിക്കുന്നതല്ല. കാരണം മ്യൂസിക്കായിട്ട് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, വർഷിപ്പ് ലീഡർ വർഷിപ്പ് ചെയ്യട്ടെ, കർത്താവിന് വേണ്ടി ഒരുപാട് നല്ല മക്കൾ നമ്മുടെ സഭകളിലൊക്കെ ഒരുപാട് പിള്ളേർ പാടുന്ന പിള്ളേരെല്ലാം ഉണ്ട്. അപ്പം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടറിഞ്ഞുകൂടാത്ത പല ആളുകളുമാണ്. എല്ലാവരും ഏതെങ്കിലും ഒരു വെസ്റ്റേൺ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രഷൻ പഠിച്ചുകൊണ്ട് ഇറങ്ങും. ഒരു കീബോർഡിസ്റ്റ് ആണെങ്കിലും ഗിറ്റാറിസ്റ്റ് ആണെങ്കിലും ഒരു കോഡ് ഒരു മേജറിൽ ഒരു റൂട്ട് പഠിച്ചു വെങ്കിൽ എല്ലാവരും ട്രാൻസ്പോസ് ചെയ്ത് അതിലങ്ങ് പാടും. അത് തന്നെയാണ് ഇന്നത്തെ പരിപാടി. അല്ലാതെ ഒരു ക്രൊമാറ്റിക്കായിട്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാഗ ബേസ് ചെയ്തുള്ള മ്യൂസിക്കലി ഉള്ളൊരു ട്രാക്ക് വരുമ്പോൾ, ഒരു കർണാട്ടിക് അല്ലെങ്കിൽ ഒരു ഹിന്ദുസ്ഥാനി ജോണറിൽ ഒരു പാട്ട് വരുമ്പോൾ ഇവരെ അടുത്ത് പോയി പാട്ട് പറഞ്ഞു കൊടുത്ത് ഇവരെ കൊണ്ട് വായിച്ച് കോഡ്സും നൊട്ടേഷനും നോക്കിയതിന് ശേഷം നമുക്ക് പാടാൻ പറ്റും. ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതൊരു വലിയ പോരായ്മയാണ്. എല്ലാം ഒരു റൂട്ട് പഠിച്ച് വെച്ചിട്ട് ആ റൂട്ടിൽ തന്നെ മേജർ ആണെങ്കിൽ അങ്ങനെ സിയിൽ അല്ലെങ്കിൽ എഫിന് പഠിച്ചു വെച്ചിട്ട് അതിനെ ട്രാൻസ്പോസ് ചെയ്ത് പല റൂട്ടിലോട്ടാക്കുക, അല്ലെങ്കിൽ സി മൈനർ അല്ലെങ്കിൽ എ മൈനർ പഠിച്ചു വെച്ചിട്ട് എല്ലാത്തിനെയും അതിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പെർഫോം ചെയ്യുക. അവരുടെ ഒരു സ്വന്തം ഞാൻ കർത്താവിന് വേണ്ടി ഒരു മ്യൂസിഷ്യൻ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, എൻ്റെ ഒരു പാട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു രീതിയിലുള്ളൊരു വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇവർ റെഫർ ചെയ്യും ഇൻ്റർനാഷണൽ ലെവലിൽ ഈ പറഞ്ഞ പോലെ ഏത് പാട്ട് കിട്ടിയാലും. ഉദാഹരണം, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഈ ഒരു പാട്ട്, അല്ലെങ്കിൽ എനിക്കൊരു തുണ നീയേ
ഈ ഒരു പാട്ട്, ഈ പാട്ടുകളെന്ന് പറയുമ്പോൾ ഇത് ട്രഡീഷണലായിട്ട് വളരെ അനുഗ്രഹീത ക്രൈസ്തവ ഗായകരും അപ്പച്ചന്മാരും അവരുടെ അനുഭവത്തിൽ നിന്ന് എഴുതിയ പാട്ടുകൾ, പല പാട്ടുകളും, മറവിടമാം എനിക്ക്, അത്ഭുതം യേശുവിൻ നാമം, ഈ പാട്ടുകളൊക്കെ അവരൊരു ഇവിടുത്തെ ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി പാടിയ പാട്ടുകളാണ്. അതിനെ അത്ഭുതം യേശുവിൻ എന്ന് പാടേണ്ട ഒരു ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അലുവയും മത്തിക്കറിയും പോലെ ഇരിക്കും. ഒരു ഹിൽ സോങ്, ഒരു ഇൻ്റർനാഷണൽ ഒരു കൺസേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വർഷിപ്പ് രീതി അല്ല ഇവിടുത്തത്. അതിന് ഇവിടെ എടുത്ത് കടമെടുത്ത് ചെയ്യുമ്പോൾ നീ ആ ജോണറിലുള്ള പാട്ടുകൾ അങ്ങനെ പാടാം നിനക്ക്. ഇപ്പം താരാരീരീ താരാരീരാ ഈ ഒരു മെത്തേഡിൽ അത് നിനക്ക് പാടാം. പക്ഷേ ഈ പറഞ്ഞ പോലെ സിംഹത്തിൻ ഗുഹയേനെ കേകിയാലും അഗ്നിയിലെന്നെ, ഇതിനെ സിംഹത്തിൻ ഗുഹയേനെ, ഈ ഒരു വിബ്രാറ്റോയും ഒരു വെസ്റ്റേൺ സാധനം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനെ വികൃതമാക്കുക. ഇതിപ്പം ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരുപാട് വിമർശനങ്ങൾ വരുമായിരിക്കും. തീർച്ചയായും നമുക്കത് വിഷയമല്ല. തീർച്ചയായിട്ടും നമ്മൾ നോക്കുന്ന ഒരേ ഒരാൾ കർത്താവ്. ഞാനിത് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് വെച്ചാൽ, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇന്ന് ക്രിസ്ത്യൻ നല്ല പൊസിഷനിൽ നിന്ന് എൻ്റെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്. ഞാൻ അവരോട് ഇത് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു സിനിമാ ഗാനം, അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഒരു പഴയ ഒരു സിനിമാ ഗാനം, ആ പാട്ട് ഒരു അമേരിക്കക്കാരൻ വന്ന് പാടിയാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ ഒരു അമേരിക്കൻ സ്റ്റൈലിൽ ഒരാൾ പാടിയാൽ എങ്ങനെ ഇരിക്കും? നമ്മളത് ജീവൻ നഷ്ടപ്പെടുത്തുക. അപ്പോൾ അത് തന്നെയാണ് ക്രിസ്ത്യൻ ഇതിൽ സംഭവിച്ചുകൊണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ എണ്ണി എണ്ണി നിനക്കെതിരായി വരും ആയുധം കൂടിപ്പോയാൽ ഈ ഒരു മെലഡി പണ്ടത്തെ കാലത്ത് അപ്പച്ചന്മാർ നിനക്കെതിരായി വരും ആയുധം ബലിക്കയില്ല ഇങ്ങനെയായിരിക്കും. ഇതിനെ നിനക്കെതിരായി വരും. എന്തിനാണ്? എനിക്ക് പാടാൻ പറ്റുന്ന പാട്ട് പള്ളിയിൽ പാടുന്നവനാണ് പാട്ടുകാരൻ. അതെ. ഇനി അഥവാ ഏതെങ്കിലും ഒരു പിള്ളേർ ഒരു വിശ്വാസ സമൂഹത്തിൽ ഒരു കോമ്പറ്റീഷൻ, ഞാൻ ഒരുപാട് ഈ ചർച്ച് ഓഫ് ഗോഡിൻ്റെയും എടുത്ത് പറയുകയാണ്, ചർച്ച് ഓഫ് ഗോഡിൻ്റെയും IPCയുടെയും AGയുടെയും ഒക്കെ ഒരുപാട് ജഡ്ജ്മെൻറ്റ് പോയിട്ടുള്ള ആളാണ്. ഈ പിള്ളേർക്കൊക്കെ ഒരു വില കൊടുക്കുമ്പോൾ അതിൽ ക്ലാസിക്കൽ പാടാൻ പാടില്ല, സ്വരം പാടാൻ പാടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, മ്യൂസിക് എന്ന് പറയുന്ന സാധനം നൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ്. അതെ, അതില്ലാതെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിക്കണം. ഒരു പാട്ട് കൊച്ചു പാടാം. ഇപ്പം കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം, ഈശോയെ നീ ഒന്ന് വാവാ കൂടെ കളിക്കാൻ വാവാ, ഇങ്ങനെ പറയേണ്ടി വരും. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേ, അതെന്ന് പറയുമ്പോൾ കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം ഈശോയെ. ഇതൊരു മെലഡി സ്ട്രക്ചർ, ഒരു റൂട്ടിൽ വരുന്ന പാട്ടാണ്. അപ്പോൾ ആ റൂട്ട് പാടേണ്ടി വരും. അതിന് സ്വരം പാടി അതിലൊരു നൊട്ടേഷൻ താരാരീ എന്നൊരു നൊട്ടേഷൻ അതിൽ പാടിക്കഴിഞ്ഞാൽ അയ്യോ ഇത് ക്ലാസിക്കലായി, എന്തോ പിശാച് ചെയ്ത് എന്ന് പറയുന്ന ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരു വിഭാഗം കൂടി ഉണ്ട്. സംഗീതം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ടീം ഇവിടെ ചെണ്ട മേളം ചെയ്തു വായിച്ചു എന്ന് പറയുന്നു നമ്മുടെ തിരുവനന്തപുരത്ത്. അത് അസാധ്യ ഒരു കൺസേർട്ടാണ് തിരുവനന്തപുരത്ത് നടന്നത്. എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ കർത്താവിനെ സ്തുതിക്കാൻ, ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന എല്ലാം കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയാണ്. അമേരിക്കൻകാരൻ അവൻ്റെ സിസ്റ്റം കീബോർഡും വയലിനും വെച്ച് അവൻ ദൈവത്തെ സ്തുതിക്കുന്നു കരുതി അതിവിടെ വരാതിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ കല്ലും മുള്ളും തട്ടി, പണ്ടത്തെ അപ്പച്ചന്മാർ അങ്ങനെ തന്നെയാണ്, തമ്പേർ കൊട്ടിയും താളം കൊട്ടിയും കൈയടിച്ചും ചപ്പിളിക്കട്ട അടിച്ചൊക്കെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ചെണ്ട എന്ന് പറഞ്ഞാൽ അതിനെപ്പോലും അസുരവാദ്യം, അത് ഓക്കെ ഇവിടുത്തെ ഒരു സിസ്റ്റമായിരുന്നു. ഈ മേളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിനു വേണ്ടി ഇങ്ങനത്തെ ഇതിനായിരുന്നു എന്ന് കരുതി അതിനെ കർത്താവിനെ സ്തുതിക്കുമ്പോഴാണ് മഹത്വം ഉണ്ടാവുന്നത്. പണ്ടത്തെ കാലത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ മഹിതമ വഴിയിലെ ടോമിൻ തച്ചങ്കരിയുടെ പാട്ടുകൾ എന്ത് അർത്ഥവത്തായ പാട്ടുകളാണ്. മോഹം തകർന്ന് വീഴുമ്പോൾ ഈ പാട്ടുകൾ, അതുപോലെ തന്നെ ഒരു നാളിൽ എന്മനം തേങ്ങും, ആരാധിക്കുന്ന നേരമെല്ലാം എല്ലാവരും വാഴ്ത്തുന്നു കർത്താവെ മനസ്സാകുമോ സുഖമാക്കുവാൻ. നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വരികളിൽ ശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം ഇതില് പാപികൾക്കു വേണ്ടി വാർത്തു നീ നെഞ്ചിലെ ചെന്നിണം നീതിമാൻ നിനക്കു തന്നതോ മുൾക്കിരീട ഭാരവും സ്നേഹലോലമായി തലോടാം കാൽനഖേന്ദുവിൽ വിലോലം. ഈ പാട്ടിന് അച്ഛൻ എന്താണ് ഫീൽ ചെയ്തത്? എന്നെ ജനിപ്പിച്ച എൻ്റെ പാപ്പയെ പറ്റി ഞാൻ ഒരാളോട് പറയുമ്പോൾ അദ്ദേഹം എന്തായിരുന്നുള്ള എന്നെ വളർത്തിയതിൻ്റെ അദ്ദേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. എന്നാലേ ആ പറയലിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. എൻ്റെ പപ്പ ഇങ്ങനെയായിരുന്നു ഒരാൾ ബുക്ക് അടിച്ച് വെച്ച് പറഞ്ഞു തന്നതിൽ ഞാൻ മറ്റൊരാൾ പറഞ്ഞതിനൊരു വാല്യൂ ഇല്ല. യേശോപ്പൻ അതുപോലെ അനുഭവിച്ച് പറയണം. അപ്പോൾ ഈ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ടാണ്. ലോകപ്രകാരമുള്ളൊരു മനുഷ്യനാണ്. ആ പാട്ടിൻ്റെ മീനിങ് പാപികൾക്ക് മഞ്ഞുകൊണ്ട് മൂടുമെൻ്റെ ഈ മൺകുടീര വാതിൽ നൊമ്പരങ്ങളോടെ അന്ന് വന്നു ചേർന്ന രാത്രിയിൽ, അതുപോലെ തന്നെ പാപികൾക്കു വേണ്ടി വാർത്തു നീ നെഞ്ചിലെ ചെന്നിണം നീതിമാൻ നിനക്കു തന്നതോ മുൾക്കിരീട ഭാരവും
സ്നേഹലോലമായി തലോടാം കാൽ നഖേന്ദുവിൽ വിലോലം എന്ന് വെച്ചാൽ ക്രൂശിൽ കിടക്കുന്ന കർത്താവിൻ്റെ കാൽപാദത്തിൽ ചെന്നിട്ട് ആ കാലിൻ്റെ വിരലുകളിൽ അത്ര ഇമോഷണൽ, ഞാൻ ഇമോഷണലായി സംസാരിക്കുന്നതാണ്. കാരണം ആ പാട്ട് ഇപ്പോഴും എൻ്റെ പ്ലേ ലിസ്റ്റിൽ ഒരു പാട്ടാണ്. ഇങ്ങനെയൊക്കെ യേശു എന്തെന്ന് പോലും അറിയാത്ത ഒരാളായിരിക്കാം. കർത്താവിൻ്റെ ചരിത്രം അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശുവിന് സ്ഥാനം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ അദ്ദേഹം എഴുതിയതാണ് സ്നേഹലോലമായി തലോടാം. ക്രൂശിൽ കിടക്കുന്ന കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്തുള്ളൊരു സാധനമാണ് ആ പാട്ടിൽ വരി ഉദ്ദേശിച്ചിരിക്കുന്നത്. കിടക്കുന്ന കർത്താവിൻ്റെ കാലിൽ ചെന്നിട്ട് കുരിശ് ചെന്നിട്ട് നിൻ്റെ കാൽ നഖേന്ദുവിൽ സ്നേഹലോലമായി തലോടാം കാൽ നഖേന്ദുവിൽ വിലോലം. ഇത് ഒരുപാട് പാട്ടുകൾ എഴുതിയ നമ്മൾ ടോമിൻ തച്ചങ്കേരി സാറിനെ പാടി മഹിതമ വഴിയിൽ ഇതിലൊക്കെ എഴുതിയ വരികൾ, ഈ വരികളൊക്കെ എവിടെ? ഈ അർത്ഥവത്തായ ഹൃദയത്തെ തുളച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിയ വരികൾ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിച്ചിട്ട് നമ്മുടെ ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന്. ഇതൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വരികളാണ്. എവിടെ ഇത്രയും വാല്യൂ ഉള്ള? യേശോപ്പച്ചൻ വന്നു, ഇരുന്നു, ഉമ്മ തന്നു, കണ്ണീര് വീണു, അഭിഷേകം, ആത്മാവ്, തീ പോയി. അത് ഞാനിതിനെ കുറ്റപ്പെടുത്തുന്നതല്ല ചാ. എവിടെ ജീവനുള്ള പാട്ടുകൾ, സംഗീതം, വരികൾ എവിടെ? അത് പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പറഞ്ഞു വച്ചത്. എന്നാൽ അതിലപ്പുറം ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ കൂടെ നഹൂമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് പൂർണ്ണമായ ഒരു ബ്രേക്ക്. ഇത്രയൊക്കെ തീരുമാനമെടുത്തെങ്കിലും ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഭൗതികമായ സാഹചര്യങ്ങളുടെ നഷ്ടങ്ങളും വേദനകളും പരിമിതികളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഒന്ന് മാറി ചിന്തിച്ചു. ഒരു വലിയ ലാഭത്തിലേക്ക് അവിടെ ദൈവത്തിൻ്റെ കരം ഭാരമായി തീർന്നു. തീർച്ചയായിട്ടും അതൊന്ന് പറയാം. യേശോപ്പൻ്റെ ഹൃദയത്തിൽ യേശോപ്പൻ ഇങ്ങനെ വിങ്ങി നിൽക്കുന്നൊരു സാഹചര്യത്തിലും നല്ല കുരുത്തക്കേട് കാണിക്കുന്ന സ്വഭാവം ഉണ്ട്. അത് ജീവിതത്തിൽ സാഹചര്യം ഈ മുൻപ് പറഞ്ഞ പോലെ ഞാനൊരു സാധാരണക്കാരുടെ ഒരു വളരെ കഷ്ടതയിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടുവന്ന ഒരു പാസ്റ്ററുടെ മകനാണ്. അപ്പം ദൈവം എന്നെ ഒരുപാട് ഉയർത്തി, എൻ്റെ യേശോപ്പൻ എന്നെ ഒരുപാട് ഉയർത്തി, കർത്താവ് എന്നെ പല സ്ഥലങ്ങളിലും കയറി വിട്ടെങ്കിലും ഞാൻ ഫിനാൻഷ്യലി ഒരുപാട് കാര്യങ്ങൾ സ്റ്റേബിൾ ആവാതെ നിന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ 2019 എൻ്റെ ഭാര്യയുടെ കടന്ന് വരവോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കർത്താവ് ഉണ്ടാക്കിയെങ്കിലും ഞാൻ ഫിനാൻഷ്യലി ഡൗൺ ആയപ്പോൾ വീണ്ടും 2021-20 സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് സെക്കുലർ ഷോ, അന്യദൈവനെ സ്തുതിക്കുന്ന പരിപാടികൾ നിർത്തിയെങ്കിലും ലൈവ് പ്രോഗ്രാംസ് ഒഴിവാക്കണ്ട എന്നുള്ളൊരു തരത്തിൽ വീണ്ടും പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു 2020 ശേഷമാണ് ഞാൻ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്ന ടിനു പാസ്റ്ററിൻ്റെ ഒരു കണക്ഷൻ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ടിജി ജോർജ് വഴി, ടിജി അച്ചാൻ വഴി കണക്റ്റ് ആവുന്നത്. അപ്പം എൻ്റെ ഈ മ്യൂസിക്കൊക്കെ അത്യാവശ്യം ടോപ്പ് ട്യൂൺസ് എന്ന് പറയുന്ന ചാനൽ വഴി ഒരുപാട് ക്രിസ്ത്യൻ ചാനൽ വഴി കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല പേര് എനിക്ക് ആ സമയത്തുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ ചർച്ചിലേക്ക് അദ്ദേഹം 1-2 വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തരികയും ആ ടിനു പാസ്റ്ററുടെ ചർച്ചിലേക്ക് എന്നെ വിളിക്കുകയും ഞാൻ ആ ചർച്ചിൽ ചെന്ന് എനിക്ക് കിട്ടിയൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത്രയും ഒരു ദൈവമക്കളുടെ അത്രയും കർത്താവിൻ്റെ സന്നിധിയിൽ ആർത്തുല്ലസിക്കുകയും ഹൃദയം നുറങ്ങി കരയുകയും ചെയ്യുന്ന ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് എനിക്കൊരു പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം എൻ്റെ ടെസ്റ്റിമണി പറയുവാനും പാടുവാനും ഒരു അവസരം തന്നപ്പോൾ ഞാൻ പൊതുവെ ദൈവനാമം അനാവശ്യമായിട്ട് ഒരു സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യാറില്ല. ലോകപ്രകാരം നടക്കുമ്പോഴും വഴിതെറ്റി പല വഴികളിലൂടെ പോയിട്ടും അവിടെയൊന്നും യേശോപ്പൻ്റെ നാമം അനാവശ്യമായിട്ട് ഒരിടത്തും ഉച്ചരിക്കില്ല. കാരണം അതെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ഒരു മേഖലയിൽ തമാശയ്ക്ക് പോലും ഞങ്ങൾ കൂടെയുള്ളവരും ദൈവനാമം ഈ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിലുള്ള ദൈവമക്കളെന്ന് പറയുന്നതും അല്ലെങ്കിൽ ദൈവദാസന്മാരെന്ന് പറയുന്നതും ഫേക്കായിട്ട് നിൽക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നതിൻ്റെ 100-ൽ 1 അംശം പോലും സെക്കുലറായിട്ട് നടക്കുമ്പോൾ പോലും ഞങ്ങൾ കർത്താവിൻ്റെ നാമം അനാവശ്യമായിട്ട് ഉച്ചരിക്കില്ല. അപ്പോൾ ഞാൻ എന്നാൽ അന്ന് ആ ഒരു സ്പിരിച്വലി അനുഗ്രഹിക്കപ്പെട്ടൊരു മീറ്റിങ്ങിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കൊടുത്ത് ഇന്ന് മുതൽ എൻ്റെ കർത്താവിന് വേണ്ടിയല്ലാതെ ഒരു ഞാനൊരു പാട്ട് എൻ്റെ വാ തുറക്കില്ല എന്നൊരു തീരുമാനം എടുത്തു. ഞാനത് അപ്പോഴത്തെ ഒരു ആംബിയൻസിൽ ഹൃദയം തുറന്ന് പറഞ്ഞു തന്നെയാണ്. പക്ഷെ വീട്ടിൽ നടന്ന മീറ്റിങ്ങിൽ അവിടുത്തെ ടിനു പാസ്റ്ററുടെ വീട്ടിൽ വന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയി. വളരെ ട്രിവാൻഡ്രത്ത് ഒരു വലിയൊരു സെക്കുലർ പ്രോഗ്രാമിന്, ഒരു ഹൈന്ദവ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന് പോയി.
ഞാൻ സാമ്പത്തികമായിട്ട് വളരെ എനിക്കൊരു ലാഭം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി എനിക്കൊരു സ്റ്റേബിൾ ആവേണ്ട ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ അതിന് പോയി അറ്റൻഡ് ചെയ്തു. വീട്ടിലാണെങ്കിൽ പോലും ഞാൻ സെക്കുലർ പ്രോഗ്രാമിന് പോകുന്നതിന് ഒരു എതിരല്ല. കാരണം നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ അത് പറഞ്ഞു അച്ഛാ മറ്റു കാര്യങ്ങൾ ഒഴിവാക്കും, നീ മ്യൂസിക് ചെയ്യുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെയ്യുന്നതും നീ ക്രിസ്തുവിന് വേണ്ടി കർത്താവിന് വേണ്ടി തന്നെ നീ കാര്യങ്ങൾ ചെയ്യണം. എങ്കിലും പ്രോഗ്രാംസ് പലരും പറഞ്ഞു, പല ദേവദാസന്മാർ സുഹൃത്തുക്കളും പറഞ്ഞു അത്യാവശ്യം പ്രോഗ്രാമൊക്കെ ചെയ്ത് പോയില്ലെങ്കിൽ നഹൂമിന് കാര്യങ്ങൾ പെട്ടെന്നൊരു വീഴ്ച. ഓൾറെഡി 90% ഞാൻ ഇതൊക്കെ ക്രിസ്തുവിന് വേണ്ടി മറ്റു കാര്യങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ തന്നെ എനിക്ക് ഫിനാൻഷ്യലി പല കാര്യങ്ങളും ബ്ലോക്കായി. എങ്കിലും ഞാൻ ഈ കിട്ടുന്ന ഒരു കുഞ്ഞുണ്ട്, ഒരു കുടുംബമായ ആളാണ്. ചെറിയ പ്രോഗ്രാമൊക്കെ ഞാൻ അങ്ങ് അറ്റൻഡ് ചെയ്ത് പോകുന്ന രീതിയിലായിരുന്നു. എന്നാൽ ഈ ദേവദാസൻ ടിനു ജോർജിൻ്റെ അദ്ദേഹത്തിൻ്റെ വചനമെടുത്ത് പറഞ്ഞൊരു വാക്കിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കിയത് പോയത് മറ്റൊരു വളരെ എന്താണ് എൻ്റെ ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്തത്, ഞാൻ ചെയ്ത് കാണാൻ ആഗ്രഹിക്കാത്ത വേദിയായിരുന്നു. ഞാൻ വന്നു കിടന്നു, എണീറ്റിട്ട് ആ പ്രോഗ്രാം കഴിഞ്ഞു രാത്രി വീട്ടിലേക്ക് വന്നു. അടുത്ത ദിവസം എനിക്ക് കൈ പൊങ്ങുന്നില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും. അപ്പം മമ്മി പറഞ്ഞു ഇതുപോലെ നീർത്താഴ്ച ഉള്ളത് കൊണ്ട് തലയിൽ നീരിറങ്ങിയാൽ ചിലപ്പം അതുണ്ടാവാം, ഒന്ന് തടവിക്കാൻ പറഞ്ഞു. ഒന്ന് തടകി. എൻ്റെ വൈഫ് നേഴ്സ് ആയതുകൊണ്ട് പുള്ളിക്കാരി ഒരു ജോയിൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വേണ്ടത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ ഈ സ്പൈനൽ കോഡിന് ഇവിടുത്തെ ഒരു ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ട്, D3 അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതിനെ ബൾജ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് വെയിൻ കട്ടായി. അപ്പം അങ്ങനെയാണ് കൈ രക്തയോട്ടം പോയി. അത് ഈ ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ ആകെ കൺഫ്യൂഷനായി. ഞാൻ ഇത് എന്ത് ചെയ്യട്ടെന്ന് അറിഞ്ഞുകൂടാതെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യണം, സർജറി വേണം, ഇല്ലെങ്കിൽ ദിവസം കഴിഞ്ഞു ഈ ഞരമ്പ് ദ്രവിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ, കാരണം കോസ്മോ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വലിയൊരു തുകയാവും. അപ്പം ഒന്ന് ഈ അവർ ചോദിച്ചു ഇയാൾ തലകുത്തി മറിയുന്ന അഭ്യാസങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന ആളാണ്. ഞാൻ പറഞ്ഞ് വീട്ടിൽ പോലും കുഞ്ഞിനോട് പോലും ഞാൻ തലകുത്തി കുഞ്ഞുനാളിൽ പോലും മറിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം വന്നത്? അവർക്കൊരു ഐഡിയ ഇല്ല. അവർ അഡ്മിറ്റ് ചെയ്തു, സർജറി കഴിഞ്ഞു. വലിയൊരു തുക, ഞാൻ പ്രതീക്ഷ ചെയ്യുന്നതിലപ്പുറമായിട്ടൊരു തുക ഹോസ്പിറ്റലിലായി. പക്ഷേ എൻ്റെ ഇൻഷുറൻസ് കിട്ടിയില്ല. ഒരു സാധാരണക്കാരനായ ഞാൻ ചിന്തിക്കുന്നതിനപ്പുറമുള്ള വലിയൊരു എമൗണ്ട് ആയിരുന്നു. എൻ്റെ കണ്ണീര് കാണുന്ന ഒരാൾ മുകളിലുള്ളപ്പോൾ ഞാൻ ആ തുക എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ഞാൻ കണ്ണ് തുറന്ന് സംസാരിക്കാറായപ്പോഴത്തേക്ക് തന്നെ വൈഫ്, ഞാൻ ഓപ്പറേഷന് കയറുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടാണ്. അപ്പോൾ വൈഫ് ഞാൻ പറഞ്ഞു ആരോടും ചോദിക്കാനൊന്നും നിൽക്കണ്ട, ദൈവം കർത്താവ് ഒരു വഴി കണ്ടിട്ടുണ്ട്, 1-2 ആളുകളെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി അറിയിച്ചു. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് ബോധം വന്നപ്പോൾ അച്ഛാ ഇത്ര ലക്ഷം രൂപയായി, എത്ര ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കർത്താവ് ദൈവം ഒരുക്കി, ആളുകളെ കർത്താവ് ഒരുക്കി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എന്ത് ചെയ്യുക? കാരണം എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഒരു സ്ക്രീനിൽ തെളിയുന്ന പോലെ നന്മകൾ എൻ്റെ ഒരു സ്ക്രീനിൽ എനിക്കറിയാൻ പറ്റും. ഞാൻ കരഞ്ഞിട്ടുണ്ട്, അടുത്ത ദിവസം എനിക്ക് വിടുതലാണ്. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവം. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്യണം. കർത്താവ് ഇത്രയൊക്കെ എൻ്റെ യേശോപ്പൻ എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളും എൻ്റെ കൂടെ നിന്നിട്ടും ഞാൻ എന്ത് പോക്കാണ് ഈ പൊക്കിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്കറിയാം എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ട്, അതിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഞാൻ എന്താണ് നന്നാവാത്തത് എന്നൊരു ചോദ്യം ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഉത്തരം കണ്ടെത്തി. കർത്താവ്, ഞാൻ ഈ സഭയിൽ ആ ഒരു കൂട്ടായ്മയിൽ ഒരു നേർന്ന വചനം എടുത്ത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്കിതിപ്പോൾ ഇങ്ങനെ വരേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഞാൻ വീട്ടിൽ എന്നെ കൊണ്ടുവന്ന് 6 മാസം റെസ്റ്റ് പറഞ്ഞു, കഴുത്തിൽ ബാൻഡ് ഇട്ടു, തൊണ്ടയിൽ ഇതുവഴി ചെയ്യാനിരുന്ന സർജറി, എൻ്റെ ശബ്ദം മാറിപ്പോവും, എൻ്റെ സംഗീതം ഞാനെന്ന് വന്ന ഐഡൻറ്റിറ്റി പോവും. കർത്താവിന് എന്നെ ഉപയോഗിക്കേണ്ട ആയതുകൊണ്ട് ഇതെന്നെ കീ ഹോളാക്കി ബാക്കിലാക്കി. സർജറി വളരെ വിജയകരമായിട്ട് നടന്നു. ഈ 6 മാസം ഞാൻ വീട്ടിലിരുന്ന് ഒരു തീരുമാനമെടുത്ത്, ഒരു ക്രിസ്തുവിന് വേണ്ടി സ്നാനപ്പെടുമ്പോൾ എടുത്ത തീരുമാനമൊന്നുമല്ല, അങ്ങനെയുള്ളൊരു തീരുമാനമൊന്നുമല്ല. എടുത്ത തീരുമാനം എന്ന് പറയുന്നത് എനിക്ക് റിയലായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ, അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ചിന്തകളും കോൺസെപ്റ്റുകളും ഒക്കെ വേറെയാണ്. ക്രിസ്തുവിൽ നിൽക്കണമെങ്കിലും മ്യൂസിക്കിൽ എനിക്ക് പ്രൊമോട്ടഡായിട്ട് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ നേരത്തെ പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് എൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഇത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എൻ്റെ ലൈഫിനെ. എനിക്ക് കർത്താവിന് വേണ്ടി ദൈവവേല ചെയ്യണം. ഞാൻ നല്ല ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. എല്ലാവരോടും സ്നേഹമുണ്ട്, എല്ലാവരോടും സമാധാനമുണ്ട്, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം കർത്താവ് എനിക്ക് തന്നെങ്കിൽ പോലും അതുപോലെ നല്ലൊരു വയലൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എല്ലാ തരത്തിലും. ഞാൻ ഒരുപാട് ഈ സമയം കർത്താവ് എനിക്ക് നിൽക്കുന്ന സമയം ഒരുപാട് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ രീതിയിൽ ഞാൻ ഒരുപാട് കർത്താവിനെ പഠിക്കാനുണ്ട്. എനിക്ക് യേശുവിനെ പിന്തുടരണം. എനിക്ക് കർത്താവ് എൻ്റെ പപ്പ
പോലൊരു സാധുവായി നിന്നുകൊണ്ട് കർത്താവിൽ എനിക്ക് എത്രത്തോളം എളിമപ്പെടാൻ പറ്റും, എത്രത്തോളം എനിക്ക് എൻ്റെ അഹങ്കാരങ്ങൾ, എൻ്റെ ഞാനെന്നുള്ള ഭാവം എനിക്ക് മാറ്റി എത്രത്തോളം എനിക്ക് മ്യൂസിക്കലി എനിക്ക് അപ്ഡേറ്റ് ചെയ്യാം, എത്രത്തോളം ഞാൻ ഡൗൺ ടു എർത്ത് എനിക്ക് മാറണം. അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ തീരുമാനമെടുത്തു, ഇനിയൊരു മാറ്റം യേശു ക്രിസ്തുവിൽ എനിക്ക്, കർത്താവിൽ നിന്ന് എനിക്കൊരു പിന്നോട്ടൊരു മാറ്റമില്ല. ഈ വചനം ഞാൻ ഇനി എൻ്റെ നെഞ്ചോട് ചേർത്തു. ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് മിനിസ്ട്രിക്കായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇനി എനിക്കൊരു ജീവിതത്തിലൊരു മാറ്റമില്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് വരുന്നു. അങ്ങനെ കോവിഡാനന്തരം അതെ, ഒരു പുതിയ തീരുമാനം, പഴയ കാലങ്ങളെല്ലാം മറന്ന് ദൈവസന്നിധിയിൽ പുതിയൊരു തീരുമാനമെടുത്തു. അതിനുശേഷം മുന്നോട്ടുള്ള യാത്ര ഇപ്പോൾ എങ്ങനെയാണ്? കർത്തൃ ശുശ്രൂഷയുടെ ഭാഗമായി സംഗീതത്തിലാണോ, സഭാപരിപാലനത്തിലാണോ, ഏത് തലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്? സഭാപരിപാലനം കർത്താവ് എന്നെ കൊണ്ടുപോകുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ വെറും കൈയോടെ നിൽക്കുകയാണ്. കാരണം സെക്കുലർ ഫീൽഡ് മൊത്തമായി ഉപേക്ഷിച്ചപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ പോയി. ഓഫർ ചെയ്ത ക്രിസ്ത്യൻ ഫീൽഡിൽ തന്നെ നീ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയാൽ നിനക്ക് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു ഓഫർ ചെയ്ത പല കാര്യങ്ങളും ഇല്ല, ആരുമില്ല. പക്ഷേ ദൈവം അത് ബ്രദറിന് അറിയാമല്ലോ എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ എന്നെ വേർതിരിച്ച് ഇറക്കിയത് എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം ഇപ്പോഴും എന്നെ നടത്തിക്കൊണ്ട് പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് തന്നെ, ഞാൻ ലോകപ്രകാരം അന്ന് കർത്താവിന് ലോകപ്രകാരം ചെയ്ത മ്യൂസിക്കൽ സാധനത്തിൻ്റെ ഒരു 10 മടങ്ങ് ഇന്ന് ഇൻഡിപെൻഡൻ്റായിട്ട് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ വേണ്ടി ഉള്ള പ്ലാനിലാണ്, യാത്രയിലാണ്. സംഗീതത്തിൻ്റെ വഴികളിൽ ബാല്യത്തിൽ തന്നെ നല്ല ചെറുപ്രായത്തിൽ സംഗീതം അറിഞ്ഞു, അഭ്യസിച്ചു, ആ വഴിയിലൂടെ വന്നു. ലോകപ്രകാരമുള്ള സംഗീതത്തിന് വേണ്ടി ഓടി. അതുപോലെ തന്നെ ക്രിസ്തീയ തരത്തിലുള്ള വിവിധ ഗാനങ്ങൾ, അതിൻ്റെ കവർ സോങ്ങുകൾ, അതുപോലെ വിവിധ ഗാനങ്ങളൊക്കെ ആലപിക്കാനും സംവിധാനം ചെയ്യാനും അനേകർ കൊണ്ട് പാടിപ്പിക്കാനൊക്കെ കഴിഞ്ഞു. എന്താണ് ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഭാവിയിൽ ചെയ്യാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന, ഏറ്റവും ഉള്ളിലുള്ള സംഗീതം സംബന്ധിച്ചുള്ള ആഗ്രഹം എന്താണ്? ഒരു ക്രിസ്തുവിൽ ഒരു മ്യൂസീഷ്യനായിട്ട് എന്നുള്ളതിനുപരി എനിക്ക് ഒരുപാട് ക്രിസ്തുവിൽ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുക യേശുവിനോട്. കാരണം ഇവിടെ നിന്ന് നമുക്ക് അവിടേക്കുള്ളൊരു യാത്രയുണ്ടല്ലോ, അതിൽ ഏതൊക്കെ റൂട്ടിൽ സഞ്ചരിക്കണം. കർത്താവിന് പ്രിയപ്പെട്ടവനായിരിക്കാൻ പറ്റും, പക്ഷേ അതൊരു പരീക്ഷണമാണ്. അവസാന നിമിഷം വരെ അത് പരീക്ഷയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവൻ ഭൂമിയിൽ നിന്ന് മാറുന്നത് വരെയും അതൊരു പരീക്ഷണമാണ്. അപ്പോൾ അതുവരെ എത്രത്തോളം ക്രിസ്തുവിൽ എനിക്ക് എന്നെ മാനുഷികം എൻ്റെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും കർത്താവിൽ പിടിച്ചു നിൽക്കാൻ പറ്റും, എത്രത്തോളം ക്രിസ്തുവിൽ അപ്ഡേറ്റ് ആകാം. അതോടൊപ്പം മ്യൂസിക് എന്ന ബ്രാൻഡ് കർത്താവിൽ എത്രത്തോളം എനിക്ക് ഉയർത്താം, ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനായിട്ട് ക്രിസ്തുവിൽ ഉയരുക, മിനിസ്ട്രി ചെയ്യുക. ഓക്കെ. ഇതിനോടൊപ്പം തന്നെ ജോലി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റേഡിയോ, നമ്മുടെ തിരുവനന്തപുരം ആകാശവാണിയിൽ എ ഗ്രേഡ് മ്യൂസിക് കമ്പോസറായിട്ട് 10 വർഷത്തിൽ കൂടുതലായി, 11 വർഷമാകുന്നു. അങ്ങനെ ഒരു ജോലി ടെമ്പററി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു സ്റ്റുഡിയോ വീട്ടിൽ, പുറത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, വീട്ടിലൊരു ഹോം സ്റ്റുഡിയോ ആണെങ്കിലും ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോ ആയിട്ട് അങ്ങനെ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഇഷ്ടഗാനത്തിൻ്റെ ഒരു 2 വരി കൂടി. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ഒരു വളരെ ക്ലോസ് റിലേറ്റീവായിട്ടുള്ള ബ്രദർ ചെയ്തതാണ് കാൽവരി കുന്നിന്മേൽ എന്ന് പറയുന്ന പാട്ട്. ഓക്കെ ഓക്കെ. അദ്ദേഹത്തിൻ്റെ പാട്ട് വളരെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഗാനമാണ് ആ പാട്ട്. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായെ. കയ്യിലാണിപ്പഴുത് കാട്ടി അവൻ മേഘാരൂഢനായി മാറി. കയ്യിലാണിപ്പഴുത് കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായെ. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായെ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായെ, കാണും നിന്റെ പായെ. നിശ്ചയമായിട്ടും എല്ലാവരും പാടുന്ന ഈ ഗാനത്തിൽ പോലും നഹൂമിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്.
ഒരു പ്രത്യേകതയുണ്ട്. ആ ഗാനം ആലപിക്കുമ്പോൾ ആലാപനത്തിൽ, അനായാസമായ ആലാപനത്തിൽ അതിൻ്റേതായൊരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഒരു ഇമ്പമുണ്ട്. നിശ്ചയമായിട്ടും അതൊരു വലിയ അനുഗ്രഹമാണ്. നഹൂം എന്നെ നൽകിയിരിക്കുന്ന താലന്ത് മറ്റുള്ളവരെക്കാളൊക്കെ ഒത്തിരി കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിനും അത് എത്രത്തോളം പ്രയോജനപ്പെടുത്താമോ അത്രയധികം പ്രയോജനപ്പെടുത്തുവാൻ അവസരങ്ങൾ മുന്നിലുണ്ട്. ദൈവം അതിന് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഹാർവസ്റ്റ് TV ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ തലങ്ങളിൽ വളരെ മെച്ചപ്പെട്ട തരത്തിൽ, പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ വഴിയാണ് ഏറ്റവും കൂടുതലായി തുറന്നു തന്നിട്ടുള്ളത്. ആ വഴിയിലൂടെ തന്നെ ദൈവരാജ്യത്തിന് കൂടുതൽ പ്രയോജനപ്പെടുവാനും കുടുംബമായി ഉപയോഗിക്കപ്പെടുവാനും ഇടയാകട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രസിദ്ധ ക്രൈസ്തവ ഗായകൻ നഹൂം എബ്രഹാമിൻ്റെ സംഗീത ജീവിതത്തിലൂടെ ആണ് ഇത്രയും സമയം നമ്മൾ കടന്നുപോയത്. സന്തോഷവും ദുഃഖവും നൊമ്പരവും വിമർശനവും വേദനയും ഒക്കെ നിറഞ്ഞതായ ഒരു ജീവിതത്തിൻ്റെ നാൾവഴികൾ കേൾക്കുകയായിരുന്നു നമ്മൾ. ക്രൈസ്തവ സംഗീത ലോകത്ത് ഒട്ടനവധി ഗായകരുണ്ട്. അതവരുടെ ജീവിത മേഖല കൂടെയാണ്. അതിനെ നമ്മളൊരു ശുശ്രൂഷയായിട്ടാണ് കാണുന്നത്. പക്ഷെ പലപ്പോഴും അവരുടെ വേദനകൾ, അവരുടെ ജീവിതത്തിൻ്റെ പരിമിതികൾ, അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊന്നും നോക്കാതെ കുറവുകളെ മാത്രം ചികഞ്ഞെടുത്ത് വിമർശിക്കുന്ന വിഭാഗമായൊക്കെ, അല്ലെങ്കിൽ വിമർശിക്കുന്ന തരത്തിലേക്ക് തരം താഴുന്ന ചില അനുഭവങ്ങളും അവസ്ഥകളും ഒക്കെ നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ ദൈവം ഓരോ മനുഷ്യനെയും ഉപയോഗിക്കുന്നുണ്ട്. അവൻ എത്രത്തോളം മടങ്ങി വരും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ദൈവത്തെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലരെ ദൈവം നേരത്തെ തൻ്റെ ദൗത്യത്തിനായി വിളിക്കുന്നു, ചിലരെ ദൈവം നല്ലൊരു വഴിക്ക് വേണ്ടി, ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്ന് സാവധാനതയോടെ ദൈവം അവരെ വിളിക്കുന്നു. അവരെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. നഹൂം എബ്രഹാമിനെയും ദൈവം അതുപോലെ ധാരാളമായി ഉപയോഗിക്കട്ടെ. ഇതുപോലെ ധാരാളം ഗായകർ ഈ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ ഒരു ബലവും ശക്തിയും മുന്നോട്ട് ഓടുവാനുള്ള ഒരു ധൈര്യവുമൊക്കെയായി സഹവിശ്വാസികളായ, സഹശുശ്രൂഷകരായ നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. ആരെയും തള്ളിക്കളയാതെ, വിമർശിച്ച് മാറ്റിവെക്കാതെ, മുൻവിധികളിലൂടെ അവരെ പുറത്തേക്ക് എറിയാതെ, അല്ലെങ്കിൽ വകഞ്ഞു മാറ്റിവെക്കാതെ, അല്ലെങ്കിൽ അവരെ പുറന്തള്ളാതെ, അവരെയും ചേർത്ത് പിടിച്ച് ശുശ്രൂഷകളിൽ ഒരുമിച്ച് മുന്നോട്ടോടുവാൻ നമുക്ക് കഴിഞ്ഞാൽ നിശ്ചയമായും ദൈവരാജ്യത്തിന് അത് വലിയ മുതൽക്കൂട്ടായി തീരും എന്നുള്ളതിന് സംശയമില്ല. ഇവിടെ കേട്ടതായ ഈ ജീവിതാനുഭവങ്ങൾ ഈ മുഖാമുഖത്തിലൂടെ ക്രൈസ്തവ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രേക്ഷക സമൂഹത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.